ശരിക്കും ഏറ്റവും രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം കേൾക്കുന്ന ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ കിളികളുടെ ശബ്ദങ്ങളാണ്. അതായത് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കിളികൾ എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ കിളികൾ നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അലാമയ്ക്ക് വെച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നതല്ല. അവരുടെ പലതരം കോളുകളുണ്ട്. ഡിസ്ട്രസ് കോൾ ഉണ്ടാവാം, മീറ്റിംഗ് കോൾ ഉണ്ടാവാം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. എൻ്റെ ഇവിടെ വന്ന് ഈ രാവിലെ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ ഏറ്റവും നല്ല മീ ടൈം എന്ന് പറയുന്നത് എൻ്റെ റൂമിൻ്റെ പുറത്ത് ചെറിയൊരു ബാൽക്കണിയുണ്ട്. ആ ബാൽക്കണിയിൽ വെറുതെ ഒരു കാപ്പിയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ മുറ്റത്ത് തന്നെ വീടിന് മുറ്റത്ത് തന്നെയുള്ള മരങ്ങളിൽ പലതരം കിളികൾ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഈ ഇരട്ടത്തലിച്ചയും പിന്നെ തീക്കുരുവി, പിന്നെ ഏതായിരുന്നു, പിന്നെ വേറൊന്നും കൂടെ ഉണ്ടല്ലോ, വൈറ്റ് ബ്രോഡ് വാക്ടെയിൽ. ശബ്ദം കേട്ടറിയോ ഇപ്പൊ കേൾക്കുന്നത്? എനിക്ക് ഇരട്ടത്തലിച്ചിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കിട്ടും. പക്ഷികൾ ഞാനും കാണുന്നുണ്ട്, ശബ്ദം ഞാനും കേൾക്കുന്നുണ്ട്. പക്ഷെ ടോയിലോ പറഞ്ഞ ഈ പേരൊന്നും എനിക്കറിയില്ല. അത് ഞാൻ മുമ്പ് ഒരു ഫാമിലിയായിട്ട് ഞാനൊരു റിസോർട്ടിൽ പോയി താമസിക്കുന്ന സമയത്ത് അവിടെ രാവിലെ 7 മണിക്ക് നേച്ചർ ട്രക്കിങ്ങും ബേർഡ് വാച്ചിങ്ങും ഒക്കെ ആയിട്ട് പോകാനായിട്ട് ഒരു നേച്ചർ ലിസ്റ്റ് ഒരു ചേട്ടൻ്റെ കൂടെ ഞാനന്ന് പോയിരുന്നു. പുള്ളി എനിക്ക് കുറേ ബേർഡ്സിനെ കാണിച്ചു തന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന മരങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കുന്ന ബേർഡ്സ് ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഈ ശബ്ദങ്ങൾ വെച്ചിട്ടും ലക്ഷണങ്ങൾ വെച്ചിട്ടൊക്കെ ഇയാൾ സ്പോട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. ഇത് കണ്ട് എൻ്റെ പുള്ളി കാണിച്ചു തരും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പേര്, ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം, ഇതാണ് ഇതിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ശബ്ദം ഇട്ട് കൊടുക്കുന്ന സമയത്ത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ കിളികൾ ശബ്ദം ഉണ്ടാക്കി ഇവിടെ ഇരുന്നിട്ട് എണ്ണേനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇരട്ടത്തലിച്ചകളാണ് കൂടുതലും ഇതുപോലെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പല്ല 2 എണ്ണങ്ങളായിട്ട് ഇരുന്നിട്ട് ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ പെട്ടെന്നൊരു കിളി പറഞ്ഞു പോയി. മറ്റേ കിളി അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവർ തമ്മിൽ എന്തായിരിക്കും കമ്മ്യൂണിക്കേഷൻ, പറഞ്ഞിട്ടാണോ ആ കിളി പോയിട്ടുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് ചിന്തിക്കുക. പിന്നെ ഇവിടെ വേറൊരു സാധനമുണ്ട്, മറ്റേ ഫ്ലൈയിങ് ലിസാർഡ്, ഇന്ത്യൻ ഫ്ലൈയിങ് ലിസാർഡ്. അത് ഞാനൊരു സാധാരണ പക്ഷികൾ പറക്കുന്ന പോലെ അല്ലാത്ത ഒരു പറക്കൽ കണ്ടിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അതിങ്ങനെ തെങ്ങുമോ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഇവിടെ ഒരു മഞ്ഞ നാക്കുപോൽ സാധനമുണ്ട്, അതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെയും ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ലെൻസിലിട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ നമുക്ക് പേരും ഡീറ്റെയിൽസും കിട്ടും. അങ്ങനെ താല്പര്യങ്ങളുള്ള ടോവിനോ എന്ന് പറയുന്നത് ചിലപ്പോൾ പലർക്കും അറിയണ്ടാവില്ല. അങ്ങനെ ഇപ്പം ഇതൊക്കെ നമുക്ക് ഈ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിളികൾ ഇവിടെ ഉണ്ടായിരുന്നത്, ഞാൻ ഈ കിളികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതിന് മുമ്പും കിളികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൂ. ഞാനിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സന്തോഷം കൂടെ എക്സ്ട്രാ കിട്ടുന്നു. നമ്മളിപ്പോൾ ഇത്രയും നേരം പ്രകൃതിയെ പറ്റി പറഞ്ഞല്ലോ. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ടോവിനോയുടെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് ഓൾമോസ്റ്റ് ആദ്യത്തെ ഡയലോഗ് പോലുള്ളൊരു സാധനമാണ്. അതൊരു പ്രകൃതിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ പ്രകൃതിവാദത്തെ പറ്റിയൊക്കെ പറയുന്ന ഒരു സീക്വൻസ് ആണ്. ഓർമ്മയുണ്ടോ? അതിനകത്ത് പറയുന്നത് പ്രധാനമായിട്ടും ഇരട്ടത്താപ്പുകളുടെ കാര്യമാണ്. അതൊന്നും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. സിംഹവാലം കുരങ്ങൻ്റെ ആവാസ വ്യവസ്ഥ ആയാലും ജൈവവൈവിധ്യം പോവും. എന്നാൽ അവർ താമസിക്കുന്നത് അവരുപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഈ അണക്കെട്ടിലെ അവിടത്തെയൊക്കെ ഈ ജൈവവൈവിധ്യം തകർത്തിട്ടുള്ളതാണെന്നുള്ളത്. അപ്പം അത് തന്നെ ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് സൗകര്യങ്ങളും വേണം, എന്നാൽ പ്രകൃതിയെ തൊടാൻ പാടില്ല. അപ്പം അത് വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ് കേരളത്തിൽ. ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ അതിന് ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ മാറണമെന്നല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാറാൻ പറ്റിക്കഴിഞ്ഞാലും അത് നല്ല കാര്യമായിരിക്കും. ഞാൻ മുമ്പൊക്കെ ആലോചിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ താമസിക്കുന്ന സമയത്ത് നമ്മളവിടെ കുറേ ആൾക്കാരും അങ്ങനെ അവരുടെയൊക്കെ സ്റ്റാൻഡേർഡ്സിനെ മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഐഫോൺ വേണം,
മാക്ബുക്ക് പ്രോ വേണം, പിന്നെ ഐപാഡ് പ്രോ വേണം, നമുക്ക് അങ്ങനത്തെ ലക്ഷറി കാർ വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് വേണം, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സിനോട് ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഹാപ്പിനെസ് അതിൻ്റെ എത്രയോ എന്താ പറയുക, ഒരു ചെറിയ അംശം ചിലവ് കൊണ്ട് നമുക്ക് ഈ വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് ഇവിടെ എയർ കണ്ടീഷനിങ് വേണ്ട, തണുപ്പുണ്ട്, പച്ചപ്പും ഹരിതാപമാണ്, ടി വി കണ്ടു അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കണ്ട, കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്നു നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ച്, ആൾക്കാർ മറ്റേ ഈ ക്യാനിലൊക്കെ ശുദ്ധവായു ശ്വസിച്ച് തുടങ്ങിയ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇവിടെ വന്നിട്ട് സെൽഫ് ടൈം കൊടുക്കാറുണ്ടോ? ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ രാവിലെ 5:30 എഴുന്നേറ്റ്, അതായത് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് അലാം വെച്ച ചാടി എഴുന്നേൽക്കുന്നതല്ല, ഉറക്കം മതിയായിട്ട് എഴുന്നേൽക്കുന്നതാണ്. അത് കഴിഞ്ഞൊരു കാപ്പിയും കൂടെ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രഷായി പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കിട്ടാത്തത്രയും കിളികളുടെയും ഒക്കെ ശബ്ദവും, രാവിലെ ഒരു മെസ്റ്റും ഒരു തണുപ്പും, ഇപ്പം നട്ടുച്ച സമയത്താണെങ്കിൽ പോലും ഇവിടെ അങ്ങനെ നമുക്ക് ബാക്കി സ്ഥലങ്ങളിലുള്ള അത്രയും ചൂടോ ഉഷ്ണമോ ഒന്നും ഇല്ല. അപ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് ഇവിടെ ജീവിക്കാനാണെങ്കിൽ. അവിടെയൊക്കെ ജീവിക്കുന്ന, അവിടുത്തെ ലക്ഷറിയിൽ ജീവിക്കുന്നതിനേക്കാൾ വളരെ കുറവ് പൈസയും മതി എന്നുള്ളതാണ്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡാണെന്ന് തോന്നിയിരുന്നു. അത് വേറെ പ്രൊഫഷനിൽ ഇല്ലാത്തൊരു ലക്ഷറി അല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ ഓരോ മാസവും വേറെ വേറെ ആൾക്കാരായിട്ടാണല്ലോ ജീവിക്കുന്നത്. അതെ അതെ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ പല പല സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിസിറ്റിന് പോയിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരുന്ന പോലെയല്ല, ഒരു മാസം അവിടുത്തെ കൾച്ചറും അവിടുത്തെ ലൈഫും അവിടുത്തെ ഫുഡും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അവിടുന്ന് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർസ്പെക്റ്റീവ്സ് മാറാം. അങ്ങനെ ഒരു കോമൺ മാനിലേക്ക് ആക്സസ് ഉണ്ടോ ആസ് എ സെലിബ്രിറ്റി? നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടോ ഇവിടെ നാട്ടിൽ? ഞാനങ്ങനെ, എനിക്കിവിടെ ഇപ്പം ഇവിടെയുള്ള ആളുകളുണ്ട്, ഞാൻ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളാണ്. അതായത് സംസാരിക്കാനോ വെറുതെ കുറേ നേരം ഒരുമിച്ച് സമയം ചിലവഴിക്കാനോ എനിക്ക് കുഴപ്പമില്ല. വന്ന ഉടനെ ഫോട്ടോ എടുപ്പും കെട്ടിപ്പിടുത്തം വെച്ചാൽ കെട്ടിപ്പിടിച്ചോട്ട് എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കെട്ടിപ്പിടിക്കാൻ വേണ്ടി കെട്ടിപ്പിടിക്കും സുഹൃത്തെ. നമ്മളൊരു 2000 പേരും 3000 പേരും നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2000 പേരും കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ 100 പേരോട് എടുക്കും വിചാരിക്കുക. ബാക്കി 1900 പേർക്ക് എന്നോട് ദേഷ്യമായിരിക്കും. അങ്ങനെ ഒരു മറ്റേ എന്താ പറയാ ഡയലമ ഇപ്പോഴും ഉണ്ട്. നമ്മളൊരു 50,000 പേരുള്ളൊരു സ്ഥലത്ത് പോയാലും ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ എത്ര മണിക്കൂർ? ശരിയാണ്. എത്ര മണിക്കൂർ നിൽക്കണം? ഞാൻ നിൽക്കാം, പക്ഷെ എത്ര മണിക്കൂർ? ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ എന്നാലും ഫോട്ടോ എടുത്ത് തീരില്ല. കാര്യം മാത്രമല്ല, എടുത്തവരനെ വീണ്ടും വീണ്ടും എടുക്കും. പുറത്ത് വെക്കുന്നവർക്ക്, എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നവർക്ക് എടുക്കാൻ പറ്റാതെയും വരും. അപ്പോഴും പറയും ഫോട്ടോ എടുക്കാൻ നിന്നില്ല. ഇതാ ഉണ്ടാവുക. അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ അപ്പോഴേക്കും? അതേപോലെ അതിലൊക്കെ നമ്മൾ യൂസ്ഡായി. ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അവര് ചിലപ്പോൾ എൻ്റെ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ട് മുകളിലേക്ക്, അത് കാണിച്ചു തരാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ കിളികളെ നോക്കുക എന്നതുപോലെ കിളികളുടെ കൂടെ ജീവിക്കാൻ, അല്ലെങ്കിൽ കിളികൾ ഉള്ളിടത്ത് ജീവിക്കാൻ അങ്ങനെ താല്പര്യം തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാനിങ്ങനെ എനിക്ക് കുറച്ച് ഇങ്ങനത്തെ വട്ടം ചിന്തകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതായത് ഒരു വലിയൊരു ഏരിയ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെറിയൊരു എനിക്ക് കിടക്കാനുള്ളൊരു റൂമും ഉണ്ടാക്കണം. എൻ്റെ ഈ കിളികളുടെ ശബ്ദവും കിളികളുടെ ഇടയിൽ നിൽക്കണം എന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് ഈ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. പക്ഷേ അതിന് ചില ഒരു 20-25 അടി ഹൈറ്റ്, ഒരു 15 അടി വീതി, ഒരു 20 അടി നീളമുള്ള വലിയൊരു കൂടിനകത്താണ് എൻ്റെ അലങ്കാരക്കോഴികളും കരിങ്കോഴിയും കൊത്തുകോഴിയും ഒരു 10-100 പ്രാവും അങ്ങനെ കുറച്ച് ഗിനിക്കോഴി അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. കരിങ്കോഴി ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആദ്യം എനിക്കത് ഭയങ്കര അതെ അത് കൂടാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആദ്യം എനിക്ക് അതിനകത്ത് കയറുന്ന സമയത്ത് ഭയങ്കര ഇതിനൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള. പിന്നെ ഞാൻ നോക്കുമ്പോൾ വെച്ചാൽ ഈ ഇത്രയും വലിയ ആകാശമുള്ള സമയത്താണ് നമ്മൾ വലിയ കൂട് തന്നെയാണല്ലോ. അതെ അതെ അത് പറയാം.
വീട് വെച്ച് മാറുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കൂടുകളായിരിക്കില്ല, കാടുകളായിരിക്കും. ഇപ്പം നമുക്ക് ഈ കിളികളും ചിത്രശലഭങ്ങളും അതുപോലെ മൃഗങ്ങളും ചെറിയ ജന്തുക്കളും ഇതൊക്കെ ഇവർക്കെല്ലാം ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ. ആ ആവാസ വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലതരം ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഓട്ടോമാറ്റിക്കലി ബട്ടർഫ്ലൈസ് വരും. ഈ നമ്മളിപ്പോഴും നമുക്ക് ഈൽഡ് കിട്ടുന്ന മരങ്ങളും നമുക്ക് ഈൽഡ് കിട്ടുന്ന ചെടികളും മാത്രം വെക്കുന്ന സമയത്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കിളികളും പക്ഷികളും ഒക്കെ മറ്റേ ജീവികളും തന്നെ വരുള്ളൂ. അതല്ലാതെ ഇപ്പം നാണ്യവിളകളല്ലാതെ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചില മരങ്ങൾ അത് ചിലപ്പോൾ വേറൊരു കിളിയുടെ ആവാസ വ്യവസ്ഥയായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ കിളിയുടെ ശബ്ദം കേൾക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് 2:51 സമയം. നമ്മൾ ഉച്ചയ്ക്ക് 2:51 എറണാകുളത്ത് നമ്മളൊരു സ്ഥലത്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂരിരിക്കുമ്പോഴോ എൻ്റെ വീട്ടിലാണെങ്കിൽ ലവ് ബേർഡ്സിൻ്റെ കാര്യത്തിൽ കേൾക്കാം. അതല്ലാതെ ഇരിക്കുമ്പോഴോ നമുക്ക് ഇത്തരം കാര്യം എന്ന് വെച്ചാൽ അവിടേക്ക് നമ്മളുടെ ഹ്യൂമൻ പോപ്പുലേഷൻ കയറി ഇങ്ങനെ നമ്മൾ വിരയിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് ഈറ്റുങ്ങൾ പേടിച്ച് ഉണ്ടായിരിക്കുക. അത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പറഞ്ഞ വിശ്വസിക്കില്ല. എൻ്റെ വീട്ടിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഭയങ്കര ശബ്ദം കിട്ടും. നമ്മൾ ഒരു മയിലാണ് പറന്നു പോകുന്നത്. ഇരിങ്ങാലക്കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മയിൽ കാണുന്നത്. എനിക്ക് ചെറുപ്പം മുതൽ ഈ പട്ടി, പൂച്ച, കോഴി തുടങ്ങിയിട്ടുള്ള നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആട്, പശു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അപ്പൻ്റെ വീട്ടിലൊന്ന് പശുവൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ടായിരുന്നു. ഒരു തവണ ആട് പ്രസവിച്ച് 3 കുട്ടികളുണ്ടായപ്പോൾ ഒരു കുട്ടി ചേച്ചിക്ക്, ഒരു കുട്ടി ചേട്ടൻ, ഒരു കുട്ടി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. ഒരു അരണനെ കണ്ട് ഞാൻ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ ആ അമ്മ പറഞ്ഞത്, അതിപ്പോഴും എനിക്ക് അറിയില്ല സത്യമാണോ അല്ലോന്ന്. അമ്മ പറഞ്ഞത്, എടാ പ്രസവത്തിൽ വയറ് കയറി ചാവുന്ന ജീവിയാടാ അത്, അതിനൊന്നും അങ്ങനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഭയങ്കര പ്രസവത്തിൽ വയറ് പിളർന്ന് അത് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്കറിയില്ല അരണ മുട്ടയിടാണോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അമ്മ പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ആയിട്ട് അയ്യോ അങ്ങനെ ഒരു ജീവനെ ഞാൻ ആണോ എനിക്കതറിയില്ല. നമുക്കൊന്ന് ഇപ്പോഴത്തെ എൻ്റെ ഇടയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് എന്താ എന്തോ ലിസാർഡായിരിക്കും അല്ലേ? ഇംഗ്ലീഷിലെ പേര് അറിയില്ല, ശാസ്ത്രീയ നാമം പറയാൻ എനിക്കറിയില്ല. ഞാൻ വെറുതെ ഉണ്ട് കേട്ടി. സസ്തിനിയാണോന്ന് ഇപ്പം അറിയാം. ഭാഗ്യമായ ജലജീവി, പ്രജനനം, അരണ മുട്ടയിട്ടാണ് പ്രശ്നം തീർന്നു. പക്ഷെ അത് വെച്ചിട്ട് ഞാൻ ഇനിയും ജീവികളെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. അരണ കടിച്ചാൽ ഉടനെ മരണം. അത് തെറ്റാണ്. അരണയ്ക്ക് വിഷപ്പല്ലുകളോ വിഷഗ്രന്ഥികളോ ഇല്ല. വിഷമുണ്ടെന്നും കടിക്കാൻ ചെല്ലുമ്പോഴേക്കും മറന്നു പോകുന്നു വിശ്വാസമുണ്ട്. പിന്നെ ഓർമ്മക്കുറവുള്ളവരെ പരിഹസിക്കാൻ അരണബുദ്ധി എന്ന ശൈലിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് അമ്മ പറഞ്ഞത് തന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് മൂവ് ചെയ്തു. ആ വഴി കൂടെ പോയാൽ എനിക്ക് അരണനെ കാണുമ്പോൾ തോന്നിയിട്ടാണ് ഞാൻ എന്നെ കല്ലെറിഞ്ഞത്. അത് ചത്തും പോയി. അപ്പോൾ അമ്മ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇമോഷണലി വരെ ഡാമേജ്. എനിക്ക് അതിനെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കൊന്നുകളയെന്ന് പറഞ്ഞാൽ എനിക്കത് ഇത്തിരി ഭയങ്കര ട്രോമയായിരുന്നു. പശ്ചാത്താപേഷനായി എന്ന് പറയാം. എനിക്ക് അങ്ങനത്തെ പശ്ചാത്താപമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. ആ പോയിന്റിൽ പശ്ചാത്താപം വന്നു. ഇന്നാണ് ഞാനൊരു ഫോറസ്റ്റ് ഓഫീസറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞത്, വന്യജീവി ആക്രമണത്തിൽ പരിക്കുപറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ വന്യജീവികൾ കുന്തവും കടാരയും വാളുമായിട്ട് വന്ന് ആക്രമിക്കുന്നില്ലല്ലോ. നമ്മളവരുടെ മുന്നിൽ ചെന്ന് അവർക്ക് ത്രെട്ട് ഉണ്ടാവുന്ന സമയത്താണ് നമ്മളെ അവരുടെ നടക്കുന്ന വഴികളിൽ വീട് കൊണ്ടുവയ്ക്കും. അവർക്ക് കുടിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ലാതെയാവും. പിന്നെ ഒരു നാട്ടിലോട്ട് ഇറങ്ങും. മനുഷ്യന്മാർക്ക് എവിടെയെങ്കിലും ജീവിക്കുന്നത് ക്ഷാമമാണ് നാട്ടിൽ. നിങ്ങൾ മല മുകളിൽ പോയി കൃഷി ചെയ്ത് ജീവിക്കുമെന്ന് പറഞ്ഞ സർക്കാരാണ് ഞങ്ങളോട്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് വന്ന ക്രിസ്ത്യാനികളാണ്. അത് ശരിയായിരുന്നു. പക്ഷെ അത് എപ്പോൾ നിർത്തണം എന്ന് അവരോട് പറഞ്ഞില്ലെന്ന് മാത്രം. ഇപ്പം എന്താ വെച്ചാൽ കയ്യേറ്റമുണ്ട്, കുടിയേറ്റമുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം അറിയാത്ത പ്രശ്നമാണ്. ഈ മനുഷ്യന് തോന്നുന്നൊക്കെ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ നിയമങ്ങൾ വ്യത്യസ്തമായിരിക്കാം. നിയമങ്ങളല്ല, അതിൻ്റെ ആ ലോജിക്ക് വ്യത്യസ്തമായിരിക്കാം. ഒരേ നിയമം തന്നെ എല്ലാ സിറ്റുവേഷനിലും ആപ്ലിക്കബിൾ ആവണമെന്നും ഇല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, 2 വശവും ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വശത്ത് നിൽക്കാൻ പറ്റില്ല. ശരിക്കും ഈ കിളികൾ, കുറേ കിളികളുണ്ടല്ലോ. ഇപ്പം തന്നെ ഈ ശബ്ദം കേൾക്കുന്ന കിളികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മനുഷ്യന്മാർ മരിച്ചാൽ നമ്മളത് അറിയും, നമ്മളത് കാണും. കിളികൾ എവിടെ പോയിട്ടായിരിക്കും മരിക്കുന്നത്? വിഷ്ണു ഖരെ എന്ന് പറഞ്ഞ ഹിന്ദി പോയിട്ടിൻ്റെ ഒരു കോശിഷ് എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്.
കിളികളുടെ മൃത്യു എനിക്കെന്നും ഒരു നിഗൂഢതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കൂട്ടിലടച്ച് വളർത്തുന്ന കിളികളുടെ മരണത്തെക്കുറിച്ചല്ല. മനുഷ്യനോടോ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളോടോ ഉള്ള സമ്പർക്കത്താൽ കിളികൾക്ക് സംഭവിക്കുന്ന മൃത്യു എൻ്റെ വിഷയമല്ല. പറന്നു പോകവേ ആകസ്മികമായി കറണ്ട് കമ്പിയിൽ അല്ലെങ്കിൽ വണ്ടിച്ചക്രങ്ങൾക്കിടയിൽ കുടുങ്ങി ചത്തുപോകുന്ന കാക്കകളുടെ ശരീരം വെച്ചും ഞാനതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അവസാനത്തെ പറക്കലിന് മുമ്പ് തന്നെ ഇത് അവസാനത്തെ പറക്കലാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ക്ഷണത്തിലും ഞാൻ കിളിയെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. സമയത്തിനും ഭൂപടങ്ങൾക്കും വെളിയിൽ ഒരിടത്തേക്ക് ചിറക് നീർത്തി പറന്നു ചെന്ന് അസാധ്യമായ ഏതോ ഒരു വൃക്ഷത്തിൻ്റെ ചില്ലയിൽ ധ്യാനനിരതമായിരുന്ന് ഒരു അദൃശ്യ പക്ഷിയായി മാറുന്നത്. അതും ഒന്ന് കാണാനേ ആഗ്രഹമുള്ളൂ. കാരണം കിളികളുടെ മനസ്ഥൈര്യമോ പറക്കലോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ ചെയ്യാൻ പോകുന്നത് മരണത്തിലെങ്കിലും കിളികളെ പോലെ ആവാൻ ഒരു പരിശ്രമം മാത്രമാണ്. ഈ കിളിയുടെ അവസാനം എത്താറായെന്ന് മനസ്സിലാവുന്ന സമയത്ത് വെറുതെ പറന്ന് നടക്കാത്ത ഏതോ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു കൂട്ടിൽ ധ്യാനിച്ചിരുന്ന് മരണം വരികയായിരിക്കും അല്ലേ. മരണത്തിലെങ്കിലും കിളികളെ പോലെ ആവണം, ആ കിളിയെ പോലെ ആവണം എന്നുള്ളതാണ് ആ കവിതയിൽ പറഞ്ഞു വയ്ക്കുന്നത്. This used to be a garden. I would tend to it and keep it looking good. Now here it is abandoned, a monument to the things I should have done different. Person that I'll never be. This used to be a garden. Now it's just ഇനിയുള്ള ചോദ്യം കുറേ കാലമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പം സിനിമാ താരം എന്നുള്ളതിലേക്ക് ബാക്കിയുള്ള ഗ്ലാമും ഗ്ലിറ്റൊക്കെ രസമാണ്. പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര വെള്ളി വെളിച്ചത്തിൽ ജീവിക്കുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്നു, വിമാനത്തിൽ പോകുന്നു, ഫെറാരി പോകുന്നു, BMW പോകുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു വെയറിങ് ആയിട്ടുള്ളൊരു വെയർ ആൻഡ് ടയറുള്ളൊരു ലൈഫുണ്ട്. അതായത് ഹോട്ടൽ മുറികളുടെ, എൻഡ്ലെസ് യാത്രകളുടെ, ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക, അവിടെ ചെന്ന് സഡൻലി അഭിനയിക്കാൻ പോവുക, രാത്രി 2 മണിക്ക് ഷൂട്ട് ചെയ്യുക, ഭക്ഷണം അങ്ങനെ ഇങ്ങനെ. അപ്പോൾ മൊത്തത്തിൽ ഹെൽത്ത് ഡാമേജ് ആവാനുള്ള എല്ലാ ഫിസിക്കൽ ഹെൽത്ത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു നടൻ എന്ന നിലയ്ക്ക് അതേസമയം യുവർ ബോഡി ഈസ് പ്രഷ്യസ് ടു യു ഓൾസോ, അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എൻ്റെ ഞാനത് ഒരു ലൈഫിലൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. ഒട്ടും ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ അങ്ങനെ റെഗുലറായിട്ട് ഒരു റുട്ടീനോ, ഒന്നാമത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നൈറ്റ് ഷൂട്ടും ഡേ ഷൂട്ടും മാറിയൊക്കെ വരാം. ചിലപ്പോൾ മലയാളം ഇൻഡസ്ട്രി ആയത് കാരണം കൊണ്ട് കുറച്ചും കൂടെ നമ്മൾ എന്താ പറയുക എക്സ്ട്രാ ടൈമൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ 10 മണിക്കൂർ 8 മണിക്കൂറും നല്ല വർക്കിംഗ് ടൈം, ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 36 മണിക്കൂറും ഒക്കെ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഭക്ഷണത്തിലൊരു ഡിസിപ്ലിൻ പിടിക്കുക, പിന്നെ ആക്റ്റീവായിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രാവിലെ ഒരു മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുക. അതായത് വെറും വയറ്റിൽ മോർണിംഗ് വാക്കിന് ഇറങ്ങുമ്പോൾ അത് നമ്മുടെ കാലറീസും ബേൺ ആവും, വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. പക്ഷെ അതിനേക്കാളും ഭയങ്കര റിഫ്രഷിംഗ് ആണ്, നല്ല എയർ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്ന സമയത്ത്. സാധാരണ ഷൂട്ടിന് പോകാനായിട്ട് റെഡി ആവേണ്ട സമയത്തിന് മുമ്പ് അല്ലെങ്കിൽ വർക്കൗട്ടിന് പോകാനൊക്കെ ആകുമ്പോൾ ഒരു 7 മണിയൊക്കെയാണ് സാധാരണ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ വന്നതിന് ശേഷം നേരത്തെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ഡിസ്ട്രാക്ഷൻസ് കുറവാണ് താരതമ്യേന. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 5:30 ആകുമ്പോൾ ഉറക്കം മതിയായിട്ട് എഴുന്നേറ്റ് വർക്കൗട്ടൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ആലോചിക്കുന്നത് ഫ്രീ ഡേയ്സിലൊക്കെ ഒരു 10 മണി വരെയൊക്കെ കിടന്നുറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ. ഫ്രീ ഡേ ആണെങ്കിൽ പോലും രാവിലെ 9:00 കിടന്നുറങ്ങിയാൽ രാവിലെ 5:00 എണീറ്റ് പോകും. എന്തോ ഒരു സമയമാണ്
നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തോരം കാര്യങ്ങൾ ചെയ്യാം, എന്തൊരു കോൺസെൻട്രേഷനാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ആകെ കിളികളെല്ലാം എഴുന്നേറ്റുണ്ടാവുള്ളൂ. മനുഷ്യന്മാരൊക്കെ ഉറങ്ങുന്ന സമയത്ത് പുസ്തകം വായിക്കാനാണെങ്കിലും ഒക്കെ ബെസ്റ്റ് സമയം. അതെ, ആ സമയം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റിരിക്കാൻ പറ്റുക, അതാണ് ഏറ്റവും നല്ലത്. മാർക്ക് വാൾബർഗ് എന്ന് പറഞ്ഞ ആക്ടറുണ്ട്, പുള്ളി 4:30 എഴുന്നേറ്റിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാം. 4 AM അങ്ങനെ എന്തോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഡിസിപ്ലിൻ പോലും മാറും. കാര്യം എന്ന് വെച്ചാൽ അടുത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ രാത്രി 9 വരെ ഷൂട്ട് ഉണ്ടെങ്കിൽ 9:30 കിടന്നുറങ്ങൽ നടക്കില്ല. ഒരു 12 മണി വരെ 2 മണി വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. പക്ഷേ ഉറക്കം മിനിമം ഒരു 7 hours ഉറക്കവും എല്ലാ ദിവസവും എന്തെങ്കിലും വർക്കൗട്ട്, അതായത് വെറുതെ നടക്കുക, ഓടുക, ഒന്നുമില്ലെങ്കിൽ കുറച്ച് റൂമിനകത്ത് തന്നെയാണ് സ്റ്റക്കാണെങ്കിൽ കുറച്ച് പുഷപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, എന്തെങ്കിലും ചെയ്ത് നമ്മൾ ഒന്ന് കുറച്ച് കാലറീസ് എങ്കിലും ഒരു ദിവസം ബേൺ ആവണം എന്നുള്ള അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാക്കി വെച്ചാൽ അടിപൊളിയായിരിക്കും. ടോവിനോ ക്യൂരിയോസിറ്റി ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എവിടെ ചെന്നാലും അവിടെ ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിക്കും. ഇരിക്കുന്ന സ്ഥലം എക്സാമ്പിളാണ്. ഈ സ്ഥലത്തെ പറ്റി എന്തെങ്കിലും പറയാട്ടോ? ഈ സ്ഥലം ഞങ്ങൾ വന്ന് ഇവിടെ 2ാം ദിവസം, ആദ്യത്തെ ദിവസം തന്നെ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. നമ്മളിവിടെ വന്ന് ഇതിൻ്റെ മുകളിലേക്ക് നടക്കാനുണ്ട്, കാപ്പിത്തൊട്ടെന്നൊക്കെ പറഞ്ഞ് നടന്ന് ഇവിടെ പാറ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ഇതാണ്. ഇപ്പോൾ ഇത് ഞാൻ താമസിക്കുന്ന ആ പ്രോപ്പർട്ടിയിൽ തന്നെ ഉള്ളതാണ്. രാവിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കും, ചിലപ്പോൾ ഉണ്ടായിരിക്കും കുറച്ച് നേരം. ഭയങ്കര റിലാക്സിങ്ങും സൂതിങ്ങും ആണ്. അതെന്ന് വെച്ചാൽ 5:30 എഴുന്നേൽക്കുന്നവരോട് ഇവിടെ ഇരിക്കാനും സമയമുണ്ട്. ഞാൻ 7 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ വർക്കൗട്ട് പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ബ്യൂട്ടീസ് എനിക്ക് മിസ്സാവും. ഞാൻ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, സൂര്യ നമസ്കാരം പോലെ എന്തോ ഒരു സാധനം ചെയ്യുന്നത്. സൂര്യ നമസ്കാരം തന്നെയാണ്, യോഗ കുറച്ച് വെറൈറ്റി വേരിയേഷൻ ഒക്കെ കാണാൻ അതല്ലേ കാലൊക്കെ. അല്ല, സൂര്യ നമസ്കാരം തന്നെ ചെയ്യാറുണ്ട് ഞങ്ങൾ. അതായത് ഞാൻ എൻ്റെ വർക്കൗട്ട് ഒരിക്കലും ഞാനിപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിൽ ലിമിറ്റ് ചെയ്യണില്ല. നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസിനേക്കാൾ കൂടുതൽ നമ്മുടെ മൊബിലിറ്റിയും നമ്മുടെ അജിലിറ്റിയും നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും നമ്മളുടെ ഈ പറയുന്ന പോലെ സ്ട്രെങ്ത്തും ബേസിക്കലി നമ്മുടെ പെർഫോമൻസ് മാറ്റേഴ്സ് മോർ ദാൻ ചെയ്യാനുള്ള കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. ഞാനത് കാരണം കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കൗട്ടുകൾക്ക് വെയിറ്റ് ട്രെയിനിങ് ആക്ച്വലി ഒരിക്കലൊക്കെ ചെയ്താലേ എന്നുള്ളത്. ബാക്കി ഞാൻ ഇപ്പോൾ ഒരു മാർഷൽ ആർട്സ് ട്രെയിനർ ഉണ്ട് എൻ്റെ കൂടെ സ്ഥിരമായിട്ട്. പുള്ളിയുടെ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയത് പഠിക്കുക, അപ്പോൾ ബോറടിക്കില്ല. ചിലപ്പോൾ മൊബിലിറ്റി ട്രെയിനിങ് മാത്രം ചെയ്യും. ചില ദിവസങ്ങളിൽ ഹിന്ദു പുഷപ്പ്. ഗോതയ്ക്ക് വഴി പോയപ്പോൾ ഗുസ്തി പഠിച്ചു. നമ്മുടെ പഠിച്ചു. വേറെ എന്തിനേയും പോയിട്ട് വേറെ എന്തെങ്കിലും പഠിച്ചോ? ചെറിയ ഇപ്പം മിന്നലിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ട്രിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ വളയമറിയിലൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടോ? ഇപ്പോൾ ഏതെങ്കിലും ഭാഷകളിൽ ഏതെങ്കിലും നടന്മാരിപ്പോൾ അവർ ചെയ്യും പോലെ ആ പെർഫെക്ഷൻ എന്ന്? ഒരാളല്ല, കുറേ പേരുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഈ ഒരു അവയർനെസ് വന്നത് കുറേ കാലം, സിനിമ വന്ന് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു എന്നുള്ളതിന് പകരം ആ ജിമ്മിൽ പോകാൻ പറ്റി വെച്ചേക്കുന്ന 1 മണിക്കൂർ എന്തെങ്കിലും പുതിയതായിട്ടൊരു സ്കില്ല് പഠിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് ആഡപ്പായിട്ട് നമ്മളൊരു 10 കൊല്ലം കഴിയുന്ന സമയത്ത് ആ 10 കൊല്ലം ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും പുതിയത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ നുറുങ്ങ് സ്കിൽസ് അറിയാവുന്ന ആൾക്കാരാവും. ഗുസ്തി പഠിപ്പിച്ച് ഏതെങ്കിലും ഗുസ്തിക്കാരനാണോ വന്നിട്ട്? അതെ, ഞാനിവിടെ ഫോർട്ട് കൊച്ചിയിൽ പട്ടാളത്ത് മിന്നൽ ജോർജ് എന്നിട്ട് മിന്നലാശാന്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. അവിടെ പുള്ളിയുടെ സ്ഥലത്ത് പോയിട്ടാണ്. സ്വന്തം ജീവിതത്തിൽ ഇപ്പം ചെറുപ്പം മുതലൊരു അഡോളസൻസ് തൊട്ട് ഇങ്ങോട്ട് ഇതുവരെയുള്ള കാലത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഫിസിക്കലി നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതാണ് ഇത്ര പൊതിഞ്ഞ് ചോദിച്ചത്. ഞാൻ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ചോദിച്ചത്. ഉണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞ ആ ഒരു ആംഗ്രി യങ് മാൻ ബൗട്ട് മനസ്സിനകത്തുണ്ടോ ഒരു ദേഷ്യം സ്വഭാവം? അല്ല, അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒക്കെ ഭയങ്കര കുറവാട്ടോ. ഇപ്പൊ കുറച്ച് ഞാനത് അതിലേക്ക് വരുന്നത്. ആക്ച്വലി ഇപ്പം ചില സിറ്റുവേഷനിലൊക്കെ ഇപ്പം മറ്റേ സ്പൈഡർമാനിൽ പറയല്ലോ ചിലപ്പം ടോവിനോക്ക് ഇപ്പോൾ കളരിയും ഗുസ്തിയൊക്കെ പഠിച്ച ശേഷം ഒരാൾ വന്നിട്ട് പ്രകോപിപ്പിച്ചാൽ അയാളെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വേണ്ടി അവനെ വലത്തിയടിക്കലാണ്, വേണമെങ്കിൽ അവനൊരു ഇടി കൊടുക്കലാണ്. പക്ഷെ പറ്റൂല, ടോവിനോ ഒന്നും നടന്ന് പറ്റൂല. അങ്ങനെ അത് റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്താ പറയുക, നമ്മൾ ഇത്രയും വർക്കൗട്ടൊക്കെ ചെയ്ത് ഇത്രയും മറ്റു കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് അപ്പോൾ നമ്മൾ വി ആർ കേപ്പബിൾ ഓഫ് ഹാമിങ് സമൺ. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു ചോയ്സാണ്. അതൊരു വേർച്യു ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം നമ്മൾ മറ്റൊരാളെ ഇടിച്ച് വീഴ്ത്താനോ അല്ലെങ്കിൽ പൊരുതി നിൽക്കാനോ ഉള്ള കെൽപ്പില്ലാത്ത
വീക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അത് വീക്ക്നെസ് തന്നെയാണ്, അതൊരിക്കലും ഒരു വേർച്യൂ ആണ്. അവൻ പാവം, അവനൊരു പ്രശ്നത്തിനും പോകില്ല, അവനെ കൊണ്ടൊന്നും ഒരാളെ ഇടിക്കാനൊന്നും പറ്റുന്നില്ല, അതൊരു വേർച്യൂ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേർച്യൂ എന്ന് പറയുന്നത് ഇതിനൊക്കെ കേപ്പബിലിറ്റി ഉണ്ടായിട്ട് അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അതൊരു ക്വാളിറ്റി ആയിട്ട് സെൽഫ് ഡിഫൻസ് വേണം. അല്ലാണ്ട് നമ്മൾ എന്നെ ആൾക്കാർ ഇടിക്കാൻ വന്നു, ഞാൻ മൊത്തം ഇടിയും കൊണ്ടു, ഞാൻ നല്ലവനാണ് എന്ന് പറയുന്നതിനേക്കാളും എന്നെ ആൾക്കാർ ഇടിക്കാൻ വന്നു, ഞാൻ ഡിഫെൻഡ് ചെയ്തോളൂ, അവരെ അടിച്ചില്ല, വേണമെങ്കിൽ എനിക്ക് അവരെ ഇടിച്ച് തോൽപ്പിക്കാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല എന്ന് പറയുന്നതല്ലേ ബെറ്റർ ക്വാളിറ്റി. ഞാൻ എൻ്റെ മക്കളെ ആണെങ്കിലും ഞാൻ വളർത്തുന്നത് യു ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്, പക്ഷെ ചെയ്യരുത്. അതിപ്പോൾ കരാട്ടയൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ കരാട്ടയൊക്കെ പഠിപ്പിക്കുന്ന ആശാന്മാർ ഫസ്റ്റ് പറയണതെന്ന് വെച്ചാൽ ഇത് ഒരു മോശം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കരുതെന്നാണ് പഠിപ്പിക്കുന്നത്. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്കിപ്പോൾ കളകയുടെ ആശാനാണെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ ഈ മേയ്പ്പയറ്റും ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും അറിയാത്ത ഒരാളെ ഈസിലി കീഴ്പ്പെടുത്താൻ പറ്റും, പക്ഷെ അത് ചെയ്യരുത്, അനാവശ്യമായിട്ട് ചെയ്യരുതെന്നാണ്. ഈ ARMന് ശേഷമോ അല്ലെങ്കിൽ മുമ്പ് ഗോതയ്ക്ക് ശേഷമോ ആരെങ്കിലും നേരിട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, കണ്ടിട്ട് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു, ഇതിൽ ആശാന്മാരാരെങ്കിലും ഒക്കെ തന്നെ? അത് പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളൊരു 25% പഠിച്ചാൽ നമുക്കത് സിനിമയിൽ 100% കാണിക്കാം. നമ്മൾ ഒന്നും പഠിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം 25% കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പഠിക്കാൻ മെനക്കെടുന്നത്. നമ്മൾ ഫിസിക്കൽ ഹെൽത്ത്, ശരീരം, ബോഡി ഇതൊക്കെ സൂക്ഷിക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, ഈ ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ബോഡി മസിലുള്ള ഒരാളുടെ ഉള്ളിലുള്ള ഹൃദയം ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും. പലപ്പോഴും പലരും ഇപ്പോൾ ഈ അടുത്തൊരു എഡിറ്റർ മരിച്ച കേസൊക്കെ സമയത്ത് പലരും മരിച്ചു കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ അറിയുക അയാൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, വിഷമമായിരുന്നു അവർക്ക്. ഇപ്പോൾ ഈ സിനിമാ രംഗത്ത് പ്രത്യേകിച്ചും എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒളിമ്പിക്സിൻ്റെ കാര്യത്തിൽ പറയും, ഗോൾഡ് മെഡൽ കോംപ്ലക്സ് എന്ന് പറയും. അതായത് ഒളിമ്പിക്സിൽ പോയിട്ട് ഗോൾഡ് മെഡൽ നേടി അന്ന് ആ സ്റ്റേജിൽ നിന്ന് 9 മിനിറ്റിൽ വന്ന ആൾക്കാർ വീട്ടിൽ ചെല്ലുമ്പോൾ ഡിപ്രഷൻ വരും. ഒരു സിനിമ ഹിറ്റായി ഭയങ്കര അംഗീകാരം കിട്ടി, പിന്നീട് കുറച്ച് ദിവസം ഈ സിനിമയിലേക്ക് സ്വാഭാവികമായിട്ടും ഡിപ്രഷനിലോട്ട് അങ്ങ് പോവാം അല്ലേ, അങ്ങനെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ. അപ്പം അങ്ങനെയൊക്കെ ഒരു മാനസികാരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതല്ലേ സിനിമയുടെ അകത്ത്? വേണ്ടവത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ? സിനിമയുടെ അകത്തുനിന്നല്ല, മൊത്തത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമുക്ക് കുറേ എവല്യൂഷൻസ് സംഭവിച്ചിട്ടുള്ള കാരണം കൊണ്ട്, ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് എവല്യൂഷൻ നമുക്കൊരു 10 കൊല്ലം കൊണ്ട് സംഭവിക്കേണ്ട ഒരു ഇൻ്റർനെറ്റ് എവല്യൂഷൻ ആ കൊറോണ കാലത്ത് 1.5 കൊല്ലം കൊണ്ട് സംഭവിച്ചു. അതൊരു എവല്യൂഷനിൽ വന്നൊരു ഗ്ലിച്ചായിട്ട് നമുക്കതിനെ കാണാം. ആ ഗ്ലിച്ച് നമുക്ക് ഇതുവരെ നമുക്കതിനെ സോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ആ 10 കൊല്ലം കൊണ്ട് നടക്കേണ്ട സംഭവം 1.5 കൊല്ലം കൊണ്ട് നടക്കുകയും ആ 10 കൊല്ലം കടന്നു പോകുമ്പോൾ വീണ്ടും നമ്മൾ അതിൽ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയി വരാനായിട്ട് കുറച്ചും കൂടെ സമയം എടുക്കുമായിരിക്കും. ഇപ്പോൾ ആളുകൾക്ക് കുറച്ച് കൂടുതൽ ആങ്സൈറ്റിയും ഡിപ്രഷനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവരവരുടെ ഒരു പേഴ്സണൽ ഒരു സർക്കിൾ വേണം, ഈ മെൻ്റൽ ഹെൽത്ത് ഉൾപ്പെടെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന. അപ്പം നമുക്ക് എനിക്കുണ്ട്. നമുക്ക് ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ഈ തെറാപ്പിക്കൊക്കെ പോകുന്ന ആൾക്കാർ അങ്ങനെ തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് തുറന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ ഒക്കെ ഇത് തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് നേടിയെടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ആ സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു ഹോട്ടൽ റൂമിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആണ് നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതെന്ന് തോന്നിയപ്പോൾ തൊട്ടാണ്. ഹോട്ടൽ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല, കാര്യം ഹോട്ടൽ റൂമിലാണെങ്കിൽ ഞാൻ ഉറങ്ങുന്നത് വരെയും ഐ വിൽ ബി സറൗണ്ടഡ് ബൈ പീപ്പിൾ. അതിലടച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നുള്ളൂ. ഇവിടെ ആണെങ്കിലും ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ ബോയ്സ് ഹോസ്റ്റൽ വൈബിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഫണ്ണാണ്. നമുക്ക് ഈ ഹാപ്പി ഹോർമോൺസ് കുറേ റിലീസ് ആവുന്നുണ്ട്. രാവിലെ ഒരുമിച്ച് നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ കിളികളുടെ ശബ്ദമൊക്കെ ഭയങ്കര സൂതിങ്ങാണ്. അത് ഒരു മെഡിറ്റേഷനാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ മെൻ്റൽ ഹെൽത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നിറവേതാ എന്ന് നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചത് നമ്മളോട് ആരെങ്കിലും അത് ചോദിച്ചപ്പോഴായിരിക്കും അല്ലേ. അല്ലാണ്ട് നമ്മൾ സ്വയം ഇങ്ങനെ ചിന്തിക്കും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഏതാ ഇഷ്ടപ്പെട്ട കളർ എന്ന് ആദ്യമായിട്ട് ആരെങ്കിലും ചോദിച്ചപ്പോഴായിരിക്കും എനിക്ക് നീല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കോൺവെർസേഷൻസ്, അതും ഈ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരോടുള്ള കോൺവെർസേഷൻസ് എന്ന് പറഞ്ഞാൽ പല ഈ തെറാപ്പി പോലെ തന്നെയാണ്.
ഈ നമുക്ക് ഒരു കുറേ പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഡിപ്രഷനൊക്കെ ഉള്ള മരുന്ന് കഴിക്കുമ്പോൾ സമയത്ത് നമ്മൾ ഈ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഈ കെമിക്കലി കഴിക്കണം. നമുക്ക് അതല്ലാതെ എങ്ങനെ നമുക്ക് ഡിപ്രഷനിൽ നിന്നൊക്കെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കാം, അതിന് ഈ ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്തിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞ ഒരു വർഷം 25 വയസ്സായി, കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഇതുപോലെ മെൻ്റലി ഡള്ളായി തോന്നി, കരയാൻ തോന്നി, അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കരയുകയും ചെയ്യും, അത് അത്രേ ഉള്ളൂ. സൂപ്പർ സ്റ്റാർ കരയാറുണ്ടോ? അല്ല, അത് സൂപ്പർ ഹീറോ, സൂപ്പർ സ്റ്റാർ മൂത്രം ഒഴിക്കൂലേ, കക്കൂസിൽ പോകൂലേ, കുളിക്കൂലേ, കരയൂലേ? ബോയ്സ് ഡോണ്ട് ക്രൈ എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ വന്ന കരയുണ്ടേ? അല്ല, ഞാൻ ചോദിച്ചത്, ഞാനൊക്കെ എനിക്ക് വിഷമം കറിയാം, സ്വാഭാവികമായിട്ട് കറിയാം. സൂപ്പർമാൻ എന്നുള്ള ഇമേജ് കയറി വരുമ്പോഴാണ്. അത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്തല്ലേ നമുക്കറിയാലോ നമ്മൾ ആരാണെന്ന്. പുറത്തുനിന്ന് ആൾക്കാർ നമ്മളെ കാണുന്ന അതേ രീതിയിൽ നമ്മളെ കാണാൻ തുടങ്ങിയ ഭയങ്കര പ്രശ്നമാണ്. അത് എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അങ്ങനത്തെ വൾണറബിലിറ്റീസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട് അല്ലേ? ആ വൾണറബിലിറ്റീസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാലല്ലേ നമുക്ക് അതിന് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. ആ വൾണറബിലിറ്റി എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സങ്കടം വന്നാൽ കരയണം, സന്തോഷം വന്നാൽ ചിരിക്കണം, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടണം. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ മനുഷ്യന് ഈ വികാരങ്ങളൊക്കെ ഉള്ളത് നമുക്കിതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ പ്രായം അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് ഈ പക്വത, എനിക്കൊന്നും ഒരിക്കലും പക്വത വരില്ല എന്ന് വെച്ചേക്കണാണ്. പക്ഷെ പ്രശ്നമാണ്. അല്ല, ഞാൻ പറയുന്നത് തന്തവൈബ് പക്വതയല്ല ഞാൻ പറയുന്നത്. പക്ഷെ മണ്ടത്തരങ്ങൾ ഒഴിവാക്കാനുള്ള പക്വത, അത്രേ ഉള്ളൂ. അതും പറഞ്ഞുകൊണ്ട് ഞാൻ നാളെ മുതൽ ഒരു കണ്ണടയൊക്കെ വെച്ച് വളരെ സീരിയസ് ആയിട്ട് തത്വചിന്തപരമായിട്ട് സംസാരിക്കുക എന്നുള്ളതൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പോഴും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പരിപാടി ഷൂട്ടിൻ്റെ ഇടയ്ക്കുള്ള ബ്രേക്കിൽ ഞങ്ങൾ ലുഡോ കളിക്കുന്നതാണ്. ഒരു ബ്രേക്ക് കിട്ടിയ ഉടനെ ബാ കളം നിരത്തുന്നു, ലുഡോ കളിക്കുന്നു. അപ്പോൾ അതിനെ പക്വത എന്ന് വിളിക്കാൻ പറ്റില്ല. ബേസിൽ എന്നുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്ത വൈബ് ആവരുത്, വൈബ് തന്ത. അത് യോഗാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വേണ്ടേ. ഇപ്പം ഈ ശവാസനം തുടങ്ങിയ സാധനങ്ങളെ പറ്റി പറഞ്ഞു, ഭയങ്കര അടിപൊളിയാണ് റിലാക്സേഷൻ ടെക്നിക്ക്. അപ്പം അങ്ങനെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ തന്നെ. ശവാസനം സാധാരണക്കാർക്ക് ഗുണമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു പ്രാവശ്യം ചെയ്തു അത് നമുക്ക് ഒന്ന് ചുറ്റുമുള്ള എന്താ പറയാ എല്ലാത്തിൽ നിന്നും എന്താ ഒരു കുറേ മണിക്കൂർ ഉറങ്ങി വളരെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു യൂഷ്വൽ പ്രോസസ്? അതിപ്പോ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗൈഡഡ് ശവാസനത്തിന്റെ നമ്മൾ ഓരോ ബോഡി പാർട്ടായിട്ട് റിലാക്സ് ചെയ്യുന്നു. മറ്റേ ടോ, കാൽപാദം, കാഫ്, മുട്ട്, തൈസ്, കൈവിരല്, ഷോൾഡർ ഒക്കെ റിലാക്സ് ചെയ്തിട്ട് ഫ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്ഥലം തോന്നുന്നില്ല ഇവിടെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ആരും അറിയില്ല. നല്ല നൈസ് അല്ലേ, നല്ല ആംബിയൻസ്. ഇവിടെ ഞങ്ങൾ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ സ്ലീപ്പിംഗ് ബാഗ്സും ടെൻ്റൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരുട്ടായിട്ട് ഇവിടെ നിന്ന് പോകാറുള്ളൂ. ഞങ്ങൾക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ശവാസനമൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം, എന്തൊരു കാറ്റും പരിപാടിയൊക്കെയാണ്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള സൗണ്ടുകളൊക്കെ കിട്ടും. ഓരോ ഈ നമ്മളുടെ ഈ മറ്റേ സ്റ്റീരിയോ ഓരോ ലെയറും നമുക്ക് കിട്ടും. ഇങ്ങനെ ഇത് കിളി, മറ്റേ കിളി, അവിടെ നിന്ന് പട്ടി. ഞാൻ ചോദിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ടോവിനോയെ ഒട്ടും അറിയാത്ത, അല്ലെങ്കിൽ ടോവിനോ എന്ന് പറഞ്ഞ പേര് അറിയാം, ഇപ്പോൾ സിനിമയിൽ കണ്ടു പരിചയമുണ്ട് എന്നുള്ളതല്ലാത്ത ഒരാൾക്ക്, ഇപ്പോൾ ടോവിനോ എന്ന വ്യക്തി അല്ലെങ്കിൽ വിദ്യാർത്ഥി എങ്ങനെയാണ് ഒരു സിനിമ എന്ന് പറഞ്ഞ മാധ്യമ രംഗത്തിലേക്ക് വരുന്നതും
അവിടെ ചൂടുറപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം മുതൽക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതിൻ്റെ ഒരു കഥ അത് ഈ പ്രധാനമായിട്ടും ചെറുപ്പം മുതലേ വീട്ടിലെല്ലാവരും സിനിമ കാണാനായിട്ട് നല്ല താല്പര്യമുള്ള ആൾക്കാരാണ്. ഞാനും എൻ്റെ ചേട്ടനും ചേച്ചിയുമാണുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അപ്പൻ്റെ അമ്മയുടെയൊക്കെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് അവർ എല്ലാ ആഴ്ചയും തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ചേച്ചി ജനിച്ചതിന് ശേഷമാണ് ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായി തുടങ്ങിയത്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഈ മുട്ടിൽ കഴിഞ്ഞ് നടക്കുന്ന പ്രായത്തിൽ ചേച്ചി പിന്നെ കസേരയുടെ അടിയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വേണം തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അങ്ങനെ അവർ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് കുറച്ചു. വിശേഷ അവസരങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഓണം, ക്രിസ്മസ് അങ്ങനത്തെ വെക്കേഷനുകളിലൊക്കെ ഒരു സിനിമ നിർബന്ധമാണ്. പിന്നെ ആ സമയത്ത് എൻ്റെ ഓർമ്മയിലെന്ന് വെച്ചാൽ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണെങ്കിൽ എന്തായാലും പോയി കാണും. അതല്ലെങ്കിൽ ഇങ്ങനെ വിശേഷ അവസരങ്ങളിൽ കാണും. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരുടെങ്കിലും പുതുതായിട്ട് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും ബാക്കി വീട്ടുകാരും മൊത്തം സിനിമയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു മാൻഡേറ്ററി റൂൾ പോലെയാണ്. അപ്പം അങ്ങനെ കുറേ സിനിമകൾക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണെങ്കിലും എല്ലാ വീക്കെൻഡും ഒന്നോ രണ്ടോ വീഡിയോ കാസറ്റ്, VCP ഉണ്ട്, VCP ആയിരുന്നു ഞങ്ങളവിടെ, വീഡിയോ കാസറ്റ് പ്ലെയർ. അപ്പോൾ അതിനകത്ത് സിനിമ കാണുക എന്നുള്ളതാണ് നമ്മളുടെ, അത് നമുക്ക് ഈ പറഞ്ഞാൽ ഇപ്പൊ ഈ OTT-ലൊക്കെ ഇരുന്ന് കാണുന്നതെന്നൊക്കെ പറയുന്ന പോലെ എത്രത്തോളം കാര്യം ഇപ്പൊ OTT-യും TV-യിൽ സിനിമ വരുന്നത്. മറ്റ് അന്ന് ഞായറാഴ്ച ഒരു സിനിമയേ ഉള്ളൂ മലയാളം. അതെന്നുവെച്ചാൽ അപ്പൻ ഈ വീഡിയോ കാസറ്റ് നമ്മൾ എന്തായാലും വെള്ളിയാഴ്ചയാണ്, കാര്യം ശനി ഞായറും മുടക്കാതെ കാരണം കൊണ്ട് വെള്ളിയാഴ്ചയാണ് എടുക്കുക. ശനി ഞായറും കാസറ്റ് കടയും മുടക്കാം, അതുകൊണ്ട് തിങ്കളാഴ്ച കൊടുത്താൽ മതി വെള്ളിയാഴ്ച എടുത്താൽ. അപ്പോൾ ഫസ്റ്റ് ഒരു റൗണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കാണും. അത് കഴിയുമ്പോൾ ഞാനും ചേട്ടനും കൂടെ ഒരു വശം കാണും. ഇന്നും ചിലപ്പോൾ ഞായറാഴ്ചത്തെ 4 മണിപ്പടം അത്ര നല്ല അല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ കണ്ടെന്ന് വരാം. ഞാൻ ചോദിച്ചത് മറ്റേ പഴയ സങ്കേതങ്ങൾ ഓർമ്മയുണ്ടോ തരാൻ വേണ്ടിയിട്ടാ, ഈ ട്രാക്കിംഗ് ഏത് മറ്റേ പൂപ്പല് മാറ്റാൻ ഒരു സാധനം, ചാട്ടം മാറ്റാൻ വേറെ സാധനം. അങ്ങനെ ഒരു അതിന് തന്നെ മറ്റേ VCP ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരു കാസറ്റ് ഉണ്ട്. ആ കാസറ്റ് ഇട്ടിട്ട് പ്ലേ ചെയ്താൽ മതി. കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ കാസറ്റ് കാസറ്റ് കുടുങ്ങുക എന്ന് പറയുന്നത് ഇല്ല, VCP-ലില്ല. മറ്റേ നമ്മളുടെ ടേപ്പ് റെക്കോർഡറിൽ കാസറ്റ് കൊടുങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാകും. നമുക്കാണെങ്കിലും ഈ അന്ന് ഈ ചെറിയൊരു എഞ്ചിനീയറിംഗ് ബുദ്ധി ഉണ്ടാവുമല്ലോ ചെറിയ പിള്ളേർക്ക് എല്ലാവർക്കും. മിക്സിയൊക്കെ കഴിച്ചിട്ട് അവസാനം തിരിച്ച് ഫിറ്റ് ചെയ്യും, പക്ഷെ 1-2 ഐറ്റംസ് പുറത്തിരിപ്പുണ്ടാവും. അത് കട്ടിലെടുത്ത് അടിയിലോട്ടിട്ട് ഇടുകാന്നല്ലാതൊന്നും ചെയ്യല്ല. അപ്പൊ അങ്ങനെയൊക്കെ സിനിമ ഞങ്ങളുടെ എപ്പോഴും ഒരു കോമൺ ടോപ്പിക് ആയിരുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗം ആയിരുന്നു സിനിമ. പിന്നെ ചെറുപ്പം മുതൽ എപ്പോഴും നമുക്ക് ഷൂട്ടിംഗ് കാണാൻ പോകും. ഇരിങ്ങാലക്കുടയിൽ ക്രൈസ്റ്റ് കോളേജും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങൾ. ഏത് സിനിമ? ഞാൻ പണ്ട് മഴവിൽ കൂടാരം എന്നുള്ള സിനിമയുടെ ഷൂട്ട് എൻ്റെ വീടിൻ്റെ 4 വീട് അപ്പുറത്ത് നടന്നിട്ടുണ്ട്. ക്രൈസ്റ്റ് കോളേജിൽ ഉണ്ടായിരുന്ന ഷൂട്ടിങ്. പിന്നെ മഴത്തുള്ളി കിലുക്കം, നിറം. ദിനത്തിന്റെ സമയത്ത് സ്കൂളിലാണോ? ഞാൻ തിരിച്ചല്ല. നമ്മളെ 2020, പുതിയ മുഖം, ഇതൊക്കെ ക്രൈസ്റ്റ് കോളേജിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിനയൻ സാറിൻ്റെ പടം. അപ്പോൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വെറുതെ പോയി വായ പൊളിച്ച് നിൽക്കുക എന്ന് പറയണത് ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾ ഷൂട്ടിംഗ് കാണാൻ കൊണ്ടുപോകുമായിരുന്നു പണ്ട്. പിന്നെ ഞങ്ങൾ തന്നെത്താൻ പോയി തുടങ്ങിയ സമയത്ത് വെള്ളരിപ്രാവിന്റെ ചങ്ങാതി അതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഷൂട്ടിംഗ് കാണാനായിട്ട് പോയി നിൽക്കും. അങ്ങനെ നമ്മൾ കാരവാനാണെന്ന് ചോദിച്ചിട്ട് യൂണിറ്റ് 20-യുടെ പുറത്ത് സിനിമ നടന്മാരെ കാണാനായിട്ട് പറയുന്നത് ഇതിൽ ഉണ്ടോ? ഉണ്ട്. ഈ വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയൊക്കെ ആയപ്പോഴത്തേക്കും ടെമ്പോ ട്രാവലർ കാരവാനൊക്കെ യൂണിറ്റ് 20-യുടെ പുറത്ത് നമ്മൾ കാരവാനാണെന്ന് പറഞ്ഞ് കാത്തിരുമ്പോൾ അപ്പുറത്ത് അതിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോളേജിലൊക്കെ എത്തുന്ന സമയപ്പോഴത്തേക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതെങ്ങനെ പുറത്ത് പറയാ ഇരിങ്ങാലക്കുടയിൽ സ്കൂളിലൊക്കെ അഭിനയിച്ചോ നാടകത്തിലല്ലോ? കോമഡിയാ. അല്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ആക്റ്റീവ് കിഡ് ആയിരുന്നില്ല. അല്ല, 2 തരത്തിലുള്ള ആൾക്കാരുണ്ടാവല്ലോ. ഒന്നിപ്പം നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന കുറച്ച് സ്കൂൾ ഓഫ് ഡ്രാമ ടൈപ്പ് കുറച്ച് ബുദ്ധിജീവി അങ്ങനെയായിരുന്നോ അതോ സാധാരണ ആഗ്രഹം? ഞാൻ തികഞ്ഞ സാധാരണക്കാരനായിരുന്നു. അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം തിരക്കുള്ളത് പഠിക്കും. ഒരു 6ാം ക്ലാസ്സൊക്കെ വരെയെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. നമ്മൾ ക്ലാസ്സിലുള്ളത് അങ്ങനെ അധികം ആൾക്കാരെ അറിയ പോലും ഇല്ല. അങ്ങനെ സ്കൂളിൽ ലീഡർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് എനിക്കൊരു 6th സ്റ്റാൻഡേർഡ് തൊട്ട് 9th സ്റ്റാൻഡേർഡ് വരെ ഞങ്ങളുടെ ക്ലാസ് ഷഫിൾ ചെയ്തില്ല. അപ്പോൾ 6, 7, 8 ഞങ്ങൾ 6A, 7A, 8A എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ 9-ലായപ്പോഴാണ് നമ്മൾ ഷഫിൾ ചെയ്യുന്നത്. പക്ഷെ ആ 3 കൊല്ലം മതിയായിരുന്നു ഞങ്ങൾ ഭയങ്കര ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവാനായിട്ട്. അത് ആ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇപ്പോഴും ടച്ചിലുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നും ഇങ്ങനെ എനിക്ക് സിനിമ പോയിട്ട് സ്റ്റേജിൽ കയറാനോ ഒന്നും ഒരു ധൈര്യമുള്ള ആളായിരുന്നില്ല. ഒരു 6ാം ക്ലാസ് തൊട്ട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് നല്ല ഇൻഫ്ലുവൻസ് ആയിരുന്നു. അവർ കുറച്ചും കൂടെ ഇപ്പോൾ ഞാൻ ഇരിങ്ങാലക്കുട പോലുള്ളൊരു സ്ഥലത്തും അവിടെ നിന്ന് കുറച്ച് മാറി
കുറച്ചും കൂടെ ഗ്രാമപ്രദേശത്തു നിന്നുള്ള ആൾക്കാർ കുറച്ചും കൂടെ സ്ട്രീറ്റ് സ്മാർട്ടായിരിക്കും. അവർ കൂടുതൽ ആൾക്കാരായിട്ടൊക്കെ ഇടപഴകിയൊക്കെ. അപ്പോൾ ആ സ്മാർട്ട്നെസ് നമുക്കും കിട്ടി തുടങ്ങി. പിന്നെ ഒരു 7th പഠിക്കുമ്പോഴാണ് ആ ഒരു കിഡ്നി സ്റ്റോൺ പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് നാൾ ഞാനൊരു 7ാം ക്ലാസ് വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതൽ 8ാം ക്ലാസ്സിൻ്റെ ക്വാർട്ടർലി എക്സാം വരെ സ്കൂളിൽ പോയിട്ടില്ല. കിടപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലൂരായിരുന്നു, വലിയൊരു CMC. ഇച്ചിരി സീനായിരുന്നു അത്. പക്ഷേ ഞാൻ പറഞ്ഞ ആ സമയമൊക്കെ എനിക്ക് കുറച്ചും കൂടെ ചിന്തിക്കാനൊക്കെ സമയം കിട്ടി. ഇങ്ങനെ ശരിയാവില്ല ലൈഫ്. അത് കുറച്ചും കൂടെ 7ാം ക്ലാസ്സിൽ അത് നമുക്ക് ഡേ ടു ഡേ ബേസിസിൽ നമ്മുടെ ചുറ്റും ഡിസ്ട്രാക്ഷൻസ് കുറേ ഉണ്ട്. നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ആണെങ്കിൽ നമ്മൾ TVയോ ഫോണോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ആണെങ്കിൽ നമ്മുടെ ജോലി എന്താണോ അത്, അല്ലെങ്കിൽ എപ്പോഴും ഡിസ്ട്രാക്ഷനിലാണ്. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മളോട് തന്നെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു എന്താ പറയുക നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാനൊന്നും നമുക്കങ്ങനെ ഒരു സമയമൊന്നും കിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഇഷ്ടംപോലെ സമയമായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അന്ന് അപ്പൻ്റെ ഫോണിൽ സ്നേക്ക് കളിക്കുക എന്നുള്ളതല്ലാതെ അതും ബോറടിക്കും കുറച്ച് കഴിയുമ്പോൾ. അത്രയും മാസങ്ങളോളം ബെഡിൽ ഇങ്ങനെ കിടന്നിട്ട് നമുക്കങ്ങനെ ഭയങ്കര ഓടി നടക്കാനൊന്നും സമ്മതിക്കില്ല. അത് അന്ന് 12 വയസ്സാണ്. അപ്പോൾ ആ സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ലൈഫ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നു. പുസ്തകം വായിച്ചു ബേസിക്കലി? അല്ല, അന്ന് പുസ്തകം വായനയൊന്നുമില്ല. അന്ന് ഈ ബാലരമപ്പും പറ്റേ പോലത്തെ അന്നും എന്ന് വെച്ചാൽ അപ്പൻ്റെ കുറച്ച് പഴയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഈ മുച്ചീട്ടുകളിക്കാരൻ്റെ മകള്, പാത്തുമ്മയുടെ ആട്, അങ്ങനെ ബഷീറിന്റെ 3-4 79-ലെയും 84-ലെയൊക്കെ കോപ്പീസ് അതിപ്പോഴും ഞാൻ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വായിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് പിന്നെ നമ്മുടെ മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ് സെക്കൻഡിലുള്ള കഥകളൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ പ്രോപ്പർ വായനയൊക്കെ തുടങ്ങുന്നതൊക്കെ പിന്നീടാണ്. അപ്പോൾ ആ സമയത്ത് ഈ സ്കൂൾ ലീഡറൊക്കെ ആവുന്നത് ഈ ഹോസ്പിറ്റൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ പൊക്കം വെച്ചു കുറച്ചും കൂടെ. അതായത് ആ പൊക്കം വെക്കുന്ന പ്രായമാണ്. അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് പൊക്കം വെച്ച പോലെ തോന്നുകയും ചെയ്യും. ഞാൻ അമ്മയെക്കാളും പൊക്കം കുറവായിരുന്നു ആശുപത്രിവാസം തുടങ്ങുന്നതിന് മുമ്പ്. ആശുപത്രിവാസം കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് അമ്മയെക്കാളും പൊക്കമുണ്ട്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞുകൊണ്ടിരുന്ന തിയറി എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ബാഗ് തോളത്തിട്ട് കിടന്നിട്ടാണ് ഞാൻ പൊക്കം വെക്കാൻ നമ്മളെ താഴ്ത്തിട്ട് വലിക്കും. കാര്യം എന്ന് വെച്ചാൽ ടൈം ടേബിൾ നോക്കില്ല. എല്ലാ ടെക്സ്റ്റ് ബുക്കും എല്ലാ റഫ് ബുക്ക് ഉൾപ്പെടെയുള്ള എല്ലാ നോട്ട്ബുക്കും എല്ലാ ടെക്സ്റ്റ് ബുക്കും എടുത്ത് വെക്കും. അപ്പൊ പിന്നെ ആ ബാഗ് തന്നെ എടുത്തുകൊണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ പറഞ്ഞു. കുറച്ചധികം ഉണ്ടാവും. നമ്മൾ അത് ചുമന്നുകൊണ്ട് ഇറങ്ങാൻ എത്ര വർഷം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയാണ് ഞാൻ സ്പോർട്സൊക്കെ എന്തെങ്കിലും ഒക്കെ തുടങ്ങിയത്. അത് ഹാൻഡ്ബോൾ, പിന്നെ ഈ ഷോർട്ട് പുട്ട്, ഡിസ്കസ്, ജാവലിൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സിന്, ഞങ്ങളുടെ ഒരു ഇച്ചിരി പോപ്പുലർ ഗാങ്ങാണ്, ഞാനല്ല എൻ്റെ ഫ്രണ്ട്സ് കൊള്ളാവുന്ന പിള്ളേരാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് സ്കൂൾ റിലേഷൻ ഒന്നും എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ആർക്കും നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ നീ നിന്നോ, നമുക്ക് പൊളിക്കാം. എന്നിട്ട് അന്നെന്ന് വെച്ചാൽ നെയിം സ്ലിപ്പ്. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയന് സ്റ്റേഷനറി ഷോപ്പുണ്ട്. അപ്പോൾ പുള്ളിയുടെ അവിടെ നിന്ന് മറ്റേ നെയിം സ്ലിപ്പ് നമുക്ക് വിലക്കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ നെയിം സ്ലിപ്പ് ഇങ്ങനെ ഇട്ടിട്ട് വോട്ട് ഫോർ ടൊവിനോ എഴുതിയിട്ട് ഇങ്ങനെ പറത്തി വിടാണ്. അതിന് എല്ലാവരുടെ അടുത്തും വോട്ട് ഫോർ, അത് നമുക്ക് ഇങ്ങനെ 1 പീരീഡ് 2 പീരീഡ് ഒക്കെ തരും വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നടന്ന് വോട്ട് ചോദിച്ച് പേര് എഴുതുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് വേറെ കാര്യം. ഈ ടോവിനോ എന്നുള്ള പേര് ഞാൻ ഇന്ന് വരെ വേറെ ആൾക്ക് കേട്ടിട്ടില്ല. വേറെ നാട്ടിലാർക്കെയും വേറെ പേര് ഉണ്ടായിരുന്നു ആ പേര്? എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ തപ്പിട്ട് എനിക്ക് അറിയില്ല. അപ്പൻ എന്താ വെച്ചാൽ പേര് ടീയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, ചെറിയ ലെഗസി, ടിങ്സ്റ്റൺ. അപ്പോൾ അങ്ങനെ അപ്പൻ എവിടെന്ന് ഇത്തിരി യുണീക്ക് ആയിട്ടുള്ള പേര് കണ്ടുപിടിച്ച് തന്നതാണ്. പക്ഷെ ഈ പേരും പല രീതിയിൽ ആൾക്കാർ ഇതിനെ പ്രൊനൗൺസ് ചെയ്യും, വിളിക്കും. ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അടുത്ത് സിനിമ വന്നതിന് ശേഷം പേര് മാറ്റണമെന്നൊക്കെ കുറേ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു പേരിട്ടു, ഒരു കടോൽ കച്ചൻ എന്ന് പേരിട്ടു. കടോൽ കച്ചാന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല കേട്ടോ, അവനൊന്നും വിളിച്ചാൽ മാത്രമേ ഞാൻ തിരിഞ്ഞു നോക്കുള്ളൂ. അപ്പൊ അന്ന് ജയിച്ചു ബേസിക്കലി സ്കൂളിൽ. അപ്പൊ ഈ സിനിമയിലേക്ക് വന്ന കാര്യം പറയുകയാണെങ്കിൽ അന്ന് ഈ സ്കൂൾ ലീഡറൊക്കെ ഇത് ഇങ്ങനെയാ, ഈ അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി. പിന്നത്തെ കൊല്ലം ഇതേ പ്രോസസ്സിൽ തന്നെ സ്കൂൾ ലീഡറായി. അങ്ങനെയൊക്കെയാണ് സ്റ്റേജിൽ കയറിയിട്ട് ആദ്യമായിട്ട് പഠിച്ച് പ്രസംഗമൊക്കെ പറയുന്നതൊക്കെ. അത് ഭയങ്കര പാടായിരുന്നു. അതെ. പക്ഷേ പിന്നെയും കോളേജിലെത്തിയപ്പോഴും +2 കഴിഞ്ഞു, കോളേജൊക്കെ എത്തിയപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഇരിങ്ങാലക്കുടയിൽ ഒരു ഇ.ടി. തോമസ് വക്കീലിൻ്റെയും ഷീലയുടെ മോൻ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എനിക്ക് തന്നെ അറിയാം, അത് ആൾക്കാർക്ക് അത് ഇവനെന്താ വട്ടാണോ എന്ന് ചിന്തിക്കും എന്നുള്ള ചിന്ത നമുക്ക് തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ആഗ്രഹം ഉണ്ടായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ കോളേജൊക്കെ കഴിഞ്ഞ് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഇതിന് വേണ്ടിയിട്ട്
ശ്രമിക്കാം. എന്ത് ശ്രമമായിരുന്നു? അത് ഞാൻ നമ്മുടെ ജിജോ ഏട്ടൻ അറിയാമോ? ജിജോ PR തിയേറ്റർ ആക്ടറാണ്. പുള്ളി ഇപ്പോൾ ഇവിടെ നമ്മുടെ കെയർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറാണ്. പുള്ളി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡീനായിരുന്നു. അപ്പോൾ ജിജോ ഏട്ടൻ പ്രഭുവിന്റെ മക്കളിൽ ഒക്കെ ഞാൻ എത്തുന്നത് ജിജോ ഏട്ടൻ വഴിയാണ്. അപ്പോൾ ജിജോ ഏട്ടൻ അന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ജിമ്മേറ്റ്സ് ആയിരുന്നു ഞാനും ജിജോ ഏട്ടനും. അപ്പോൾ എനിക്ക് ആകെ പരിചയമുള്ള ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളെന്ന് പറയുന്നത് പുള്ളിയാണ്. അങ്ങനെ ജിജോ ഏട്ടനെ പോയി കണ്ടപ്പോൾ ജിജോ ഏട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അത് നിനക്ക് പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യണമെന്നില്ല, കൂട്ടുകാരായിട്ടൊരു ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു ഫോട്ടോഷൂട്ട്. അങ്ങനെ ജിജോ ഏട്ടൻ തന്നെയാണ് സാബു ആദിത്യൻ എന്നുണ്ട്, സാബു ചേട്ടൻ ഫോട്ടോഗ്രാഫറിന് എൻ്റെ ആദ്യത്തെ പോർട്ട്ഫോളിയോ എടുക്കുന്ന പുള്ളിയാണ്, പുള്ളിനെ പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ അവിടെ തിയേറ്റർ ഉണ്ടല്ലോ, സ്കൂൾ ഓഫ് ഡ്രാമയിൽ തിയേറ്ററിൽ പോയിരുന്നിട്ട് അവിടെ അവരുടെ പ്രിപ്പറേഷൻസും പെർഫോമൻസും ഒക്കെ കാണും. അന്ന് ജിജോ ഏട്ടൻ പറഞ്ഞ എന്തൊരു സാധനമുണ്ട്, ഈ ഡിഗ്നിറ്റി ഒരിക്കലും കളയരുത് എന്ന സാധനം. എവിടെയും പോയി നീ ചാൻസ് കണ്ടരുത്, കാര്യം അത് നിനക്ക് പിന്നീട് ദോഷം ചെയ്യും. പോർട്ട്ഫോളിയോ കണ്ടിട്ട് ആൾക്കാർ നീ നിന്നെ സെൽഫ് മാർക്കറ്റ് ചെയ്യുക, നീ നിന്നെ തന്നെ പ്രസന്റ് ചെയ്യുക. അതായത് ബീയിങ് ഇൻ ദ റൈറ്റ് പ്ലേസ് വിത്ത് റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് മൊമെന്റ്, അത് ശ്രമിക്കുക എന്നുള്ളതല്ലാതെ പ്ലീസ് സാർ ഒരു അവസരം ഒന്ന് ചോദിക്കരുത് എന്ന് എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് കയ്യിൽ ഒന്നുമില്ലാതെ നേരെ ചെന്ന് ഞാൻ സിനിമയിൽ അഭിനയിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ചേട്ടാ എൻ്റെ പോർട്ട്ഫോളിയോ. അന്ന് നിങ്ങളെല്ലാവരും കൂടെ ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് ഞാൻ യൂട്യൂബിൽ നല്ലപോലെ സെർച്ച് ചെയ്തപ്പോൾ ഒരു സാധനം പൊന്തി വന്നായിരുന്നു, സ്നേഹപൂർവ്വം എന്നുണ്ട്. അത് നമ്മുടെ അതിന്റെ ഡയറക്ടർ അഖിൽ ജോർജ് ആണ്. അഖിൽ ജോർജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2018 ഫോറൻസിക്കിന്റെയും ഇപ്പൊ ഐഡന്റിറ്റിയുടെയും കളയുടെയും ഒക്കെ സിനിമാറ്റോഗ്രാഫറാണ്. അവനാണ് അന്ന് ഡയറക്ട് ചെയ്തത്. അത് ഞാൻ കണ്ടു മുഴുവനിട്ട് അന്നത്തെ കാലത്ത് എടുത്തതെന്നുള്ള ഇല്ലല്ല, അല്ലല്ല, ഒരാൾ അന്ന് നിൽക്കുന്ന കാലത്ത് ചെയ്തതെന്ന് വെച്ച് നോക്കുമ്പോൾ അത് ഇറ്റ്സ് നോട്ട് ബാഡ്. അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ ആരാണെന്ന് അറിയാമോ? രോഹിത് വിഎസ്, കളയുടെ സംവിധായകൻ. അപ്പൊ നിങ്ങളെല്ലാം ഒരു സംഘമായിരുന്നു എന്നർത്ഥം. ഞങ്ങള് അതിനു മുമ്പ് അവരുടെ ഒരു ബാച്ച്മേറ്റ്, അവർ കാരുണ്യയിലാണ് പഠിച്ചത്, അവരുടെ ഒരു ബാച്ച്മേറ്റ് ഉണ്ടായിരുന്നു ജെറിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജെറിൻ്റെ ഒരു മാത്ര എന്ന ഒരു ഷോർട്ട് ഫിലിമിലാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്ഥിരം വേട്ടമൃഗമായി ഞാൻ. അതായത് ഇവരുടെ സ്ഥിരം വേട്ടമൃഗം എന്ന് വെച്ചാൽ എനിക്കാണ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം, ഇവർക്കാണെങ്കിൽ ഇവരുടെ പ്രൊജക്ട് അത് ഇതൊക്കെ ആയിട്ട് ഇവർക്ക് നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അല്ലേ അഭിനയിക്കാൻ നമ്മൾ സ്കൂളിൽ ഇതൊന്നും ആക്ടിങ് സ്കൂളിൽ പോയിട്ട് പഠിച്ചോന്നല്ലല്ലോ, നമ്മുടെ മനോധർമ്മം വെച്ചിട്ടല്ലേ. അപ്പോൾ നമ്മളിത് ചെയ്ത് തന്നെ പഠിക്കുള്ളൂ. ട്രയൽ ആൻഡ് എറർ മാത്രമേ എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം കൊണ്ട് അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഏറ്റവും ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് അവസരം കിട്ടിയത് ആ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിൽ കൂടെ തന്നെയാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിം വന്നു, പോർട്ട്ഫോളിയോയിൽ ഇടം പിടിച്ചു, ഈ പോർട്ട്ഫോളിയോ ആൾ കണ്ടു, അതായിരുന്നു അടുത്ത സിനിമയിലേക്കുള്ള അതോ വേറെ വല്ല? പോർട്ട്ഫോളിയോയുടെ ഫോട്ടോസൊക്കെ കിട്ടി, അത് ഫേസ്ബുക്കിൽ വിട്ട് 100 ലൈക്കൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അമ്പോ. ആ കാര്യം നമ്മൾ ഈ DSLR ഫോട്ടോ എടുത്താൽ ഏത് കുരങ്ങനെയും കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പൊ നമ്മള് ഭയങ്കര അമ്പോ എന്തൊരു അടിപൊളിയാണ്, ഞാൻ ഇത്ര അടിപൊളിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇനി സിനിമ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിനിമയിൽ പോർട്ട്ഫോളിയോ ഒക്കെ അതാ ഭയങ്കര കഥയാണ്. പോർട്ട്ഫോളിയോ എടുക്കാനായിട്ട് അപ്പം പൈസ തരാണ്ട് ഞാനും ചേട്ടനും ചെറിയ ഡ്രാമയൊക്കെ ഇറക്കി ചേട്ടന് കിട്ടിയ ശമ്പളം നേരെ എനിക്ക് കൊണ്ടുത്തരുന്നു. അപ്പം അപ്പന് നീ എന്തിനാ പൈസ കൊടുത്ത് പറഞ്ഞാൽ അവന് പോർട്ട്ഫോളിയോ എടുക്കാൻ. അത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ലേ, അപ്പം കൊടുത്തില്ലല്ലോ, നീ നിന്റെ പൈസ തിരിച്ചു മേടിക്കും, എനിക്ക് അത്ര വേണ്ടേ. അങ്ങനത്തെ ഒരു ചെറിയ ഇതിലൂടെയാണ്. ഡ്രാമ ഉണ്ടായിരുന്നല്ലേ? ഡ്രാമ അല്ല, അത് ആക്ച്വലി അത് ഇപ്പൊ ആലോചിക്കുമ്പോൾ ഡ്രാമയായിട്ട് തോന്നുന്നു. സിനിമാറ്റിക് എലിമെന്റ് ഉണ്ട്. മാത്രമല്ല എൻ്റെ ചേട്ടൻ മാത്രമല്ല എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ഷെറിന്നുണ്ട്. അവന് ഈ ചെറുപ്പം മുതലേ ഈ പെരുന്നാളിനൊക്കെ കിട്ടുന്ന പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് അവൻ്റെ ഒരു 10,000-6,000 രൂപയുണ്ട്. അതുകൊണ്ട് 6,000 തരാം. അപ്പോൾ 6,000 ചേട്ടൻ 3,000 വെച്ചിട്ട് എടുത്തു. എനിക്ക് എടുക്കാമായിരുന്നു, പക്ഷെ അപ്പൻ ഇത് രണ്ടും മേടിക്കരുന്നു പറഞ്ഞു. അപ്പനത് കുറച്ച് അപ്പൻ ഭയങ്കര ഇമോഷണൽ ആളാണ്. മറ്റേ പുറത്തേക്ക് ഭയങ്കര ടഫായിട്ട് കാണുന്ന ആളിത്തിരി ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. അപ്പം അപ്പനത് അതിന്റെ ഒരു ഇമോഷണൽ ആംഗിൾ അപ്പന് ഭയങ്കര വിഷമം തോന്നി. അതായത് ഞാനിവിടെ ഇരിക്കെ എന്നോട് അവൻ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല, ഇവര് കൊടുക്കാൻ തയ്യാറായി, അപ്പൊ എന്താ ഞാനെന്താ കൊടുക്കാത്ത. അങ്ങനെ പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളതും കൊണ്ട് പലയിടത്തും പോകലും പലർക്കും അയക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും എനിക്ക് കോഗ്നിസനിൽ ജോലി കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു പോകണ്ട, ജോലിക്ക് പോകണ്ട. പ്രോഗ്രാമറോ ടെസ്റ്ററോ ഡെവലപ്പറോ? സംഭവം ഞാൻ ഡെവലപ്പിംഗിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് C++ ഇതിന്റെ ബേസിക്സ് പോലും അറിയാത്ത ഞാൻ അവിടെ ജാവയിലെ ഡെവലപ്പറായിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര സമയം? അവിടെയാണ് ഞാൻ അഭിനയിക്കാൻ എനിക്ക് അറിയാമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. 1 വർഷം വർക്ക് ചെയ്തത്. ഞാനത് അതിനെപ്പറ്റി ചോദിക്കാതിരിക്കുന്നു. അതായത് TovinoThomas.com എന്ന സൈറ്റ് ഉണ്ട്, കണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു രസമുള്ളൊരു സ്റ്റോറി എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ഭയങ്കര എപ്പിക്കായിട്ട് ഈ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയർ കമ്പനി അതായിരിക്കും അല്ലേ, അതിനൊരു ആരെങ്കിലും പക്ഷെ നല്ല ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒരു IT കമ്പനിയിലെ എയർ കണ്ടീഷൻ ക്യൂബിക്കലിനകത്ത് ഒരു യുവാവ് കുനിഞ്ഞിരുന്ന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. ഇത് കടന്നു വന്ന വഴികളെക്കുറിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അയാൾക്ക് സംശയം തോന്നി, ഇത് ചെയ്യുന്നത് ശരിയാണോ,
അങ്ങനെ ഇരിക്കെ അയാൾ ഒരു നിമിഷം വാക്കുകൾ പറയട്ടെ വന്ന് ഒരു നിമിഷത്തെ പ്രേരണ കൊണ്ട് ആ യുവാവ് തൻ്റെ കഴുത്തിലെ ടൈ ലൂസാക്കി ഇറങ്ങി നടന്നു സിനിമയിലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അത് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കോഗ്നിസെൻറ്റിൽ ചെന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന അത് ആഗ്രഹമായിട്ട് പാഷനായിട്ട് കരുതുന്ന ആൾക്ക് കോഗ്നിസെൻ്റ് അടിപൊളിയാണ്. കാര്യം എനിക്ക് അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഞാനവിടെ ചെല്ലുന്ന ഫസ്റ്റ് ഡേ മുതൽ എനിക്ക് അവിടെ നിൽക്കാനേ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു. പിന്നെ ഒരു ക്യൂബിക്കിളും ഒരു കമ്പ്യൂട്ടറും അതിൻ്റെ ഇപ്പുറത്തൊരു ഫോണും ആ കറങ്ങുന്ന ചെയറും ആണ് ഇനി എൻ്റെ ജീവിതം, ഇനി എൻ്റെ ലോകം എന്നാലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പിന്നെ ഞാൻ അവിടെ ഇരുന്ന ആ കസേരയിൽ നിന്ന് ഒരുപാട് ഉയർന്ന പൊസിഷൻസിലേക്കൊന്നും ആ മേഖലയിൽ പോകാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. എനിക്ക് അതിനുള്ള സ്കില്ലുണ്ടായിരുന്നില്ല. സ്കില്ലുണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുമില്ല. കാര്യം എനിക്ക് അതിനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അതിനകത്ത്. അപ്പോൾ താല്പര്യമുള്ളൊരു മേഖല ഈ സിനിമയായിരുന്നു. അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹിച്ച് തീരുമാനിച്ച് അത് വളരെ ചുരുക്കം ആൾക്കാരോട് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടുന്നത്. പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞ ജോലിക്ക് പോയി പറ്റും, തമാശ കളിച്ചെടുക്കാൻ പറ്റില്ല എന്നുകൊണ്ട് എന്നെ വിട്ടു. ഇത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ചെന്നൈക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഞാൻ പറഞ്ഞു ചെന്നൈക്ക് ഞാൻ പോവില്ല. ചെന്നൈക്ക് പോയാൽ എനിക്ക് ഇവിടെ പറഞ്ഞ് കോയമ്പത്തൂരിൽ നിന്ന് പറഞ്ഞ പോലെ വീട്ടിലേക്കും വരാൻ പറ്റില്ല, ഒരു കാരണവശാലും എൻ്റെ സിനിമ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞു കിട്ടി ജോലി കളയാൻ പറ്റില്ല പോകുന്ന പറഞ്ഞു. അങ്ങനെ ചെന്നൈയിൽ പോയിട്ട് ചെന്നൈയിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സിനിമയുടെ ഓഡിഷൻ കോള് കാണുന്നു. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഡേറ്റ് 2 ദിവസം മുമ്പായിരുന്നു. ഞാൻ അതിൻ്റെ അകത്തിരുന്ന് ഒന്നും അറിയണില്ല. ഞാൻ ഉച്ചയ്ക്ക് 2 തൊട്ട് രാത്രി 11 വരെയാണ് വർക്ക് ചെയ്യണത്. സെക്കൻഡ് ഷിഫ്റ്റാണ്. അത് കഴിഞ്ഞ് തിരിച്ച് കിടന്നുറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഓഫീസിലേക്ക് പോകാനുള്ള സമയമാവും. അപ്പോൾ ഈ നൈറ്റ് ഷൂട്ട് പോലെയാണ്, സമയം എങ്ങനെ കൂട്ടി നോക്കിയാലും എവിടെയൊക്കെ സമയം പോകുന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാൻ ഒരു ഇത് ഞാൻ അറിഞ്ഞു പോലുമില്ലല്ലോ, ഒന്ന് ശ്രമിച്ചു പോലും നോക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ സിനിമയുടെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരു വിളി, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് വഴി. അതിൻ്റെ ഡയറക്ടർ ഒരു പറയണ അത് വേറെ സംഭവങ്ങളുണ്ട് അതിന്റെ പിന്നിൽ. അതിന്റെ ഡയറക്ടർ ഒരു ചിത്രം വരച്ചിരുന്നു. ആ ചിത്രം കഥാപാത്രങ്ങളുടെ ഫേസ് അതിൽ എൻ്റെ ഫേസ്ബുക്കിൽ അന്നത്തെ പ്രൊഫൈൽ പിക്ചറുമായിട്ട് വളരെ അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ ഡെസ്റ്റിനി നമ്മളെ എങ്ങനെയാ, അത് ഞാനിത് പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സാധനം ഇപ്പുറത്തുനിന്ന് അതിലേക്ക് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നെ, ഇതെല്ലാം നിമിത്തമാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ആ സമയത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്യാമ്പുണ്ട് ഇവിടെ എറണാകുളത്ത്, അതിന് വരണമെന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം രാവിലെ തന്നെ എത്തും വേണം. ഇപ്പം ഒരു ദിവസം അങ്ങനെ എത്താൻ വൈകിയാൽ അതിൻ്റെ പേരിൽ വേറെ ആരും അവസരം കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ദീപ്തി എന്ന് പറഞ്ഞിട്ട്, അവളുടെ ഒരു 3000 രൂപ കടം മേടിച്ചിട്ടാണ് ഒരു ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈയിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ ഇന്നാൾ ഈ അജയൻ്റെ 2ാം വർഷത്തിൻ്റെ പ്രൊമോഷൻസിലൊക്കെ ഞാൻ പറഞ്ഞ കഥയുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ഞാൻ താമസിച്ചിരുന്നിടത്ത് നിന്ന് ഓഫീസിലേക്ക് ഒരു 1 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ എൻ്റെ ക്യാബ് ഓടിച്ചിരുന്ന ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ അബ്സ്കോണ്ട് ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ അവിടെ ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ. അതുകൊണ്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ റിസൈൻ ചെയ്യാനുള്ള പരിപാടിയിൽ നിൽക്കുകയായിരുന്നു ഈ മടുപ്പ് കാരണം കൊണ്ട്. അപ്പോഴാണ് ഇങ്ങനൊരു അവസരം കിട്ടിയിട്ട് ഞാൻ ഉറപ്പിച്ചു അബ്സ്കോണ്ട് ചെയ്യണം, എനിക്കിനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ചിലപ്പോൾ നാളെ തന്നെ സിനിമയിലൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ എത്തി കഴിഞ്ഞിട്ട് എപ്പോഴാണ് സാർ ഫ്ലൈറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ 5 മണിക്കാണ്. അത് ഇവിടെ നിന്ന് എങ്ങനെയാണ് സാർ ചേട്ടാ ഈ ബസ് എടുത്ത് എങ്ങനെയാണ് പോകാമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ആദ്യം ബസ്സിൻ്റെ റൂട്ടൊക്കെ പറഞ്ഞു. എത്ര മണിക്കാണ് ബസ്? അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു 5 മണിക്കാണ് അവിടെ ട്രെയിനിന് എത്തേണ്ടത്, അല്ല ഫ്ലൈറ്റിന് എത്തേണ്ടത്. അത് കുഴപ്പമില്ല ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി രാത്രി 12 മണിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് രാവിലെ 5 മണിക്ക് എന്നെ ചെയ്ത് കൊണ്ടാക്കി എൻ്റെ ഒരു പോലും മേടിച്ചിട്ടില്ല. അത് സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പരിചയമുള്ള ഒരാൾ സിനിമ കയറാൻ പോകുന്നു എന്നുള്ള ആ സ്നേഹമായിരിക്കും. അങ്ങനെ വന്ന് ആ ക്യാമ്പും നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ ഒരു സിനിമാ സമരം വന്നു ആ സമയത്ത്. ആ സിനിമാ സമരം അപ്പോൾ ഞാൻ വിചാരിച്ച അപ്പോൾ താടി എടുക്കണ്ട എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താടി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. ആ സിനിമാ സമരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ആ പടത്തിൻ്റെ പൂജയുടെ ഫോട്ടോസ് അത് വേറെ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് കണ്ടപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര തറന്നുപോയി. പക്ഷേ അന്ന് ഞാൻ പോയി പുതാവുക്കിൻ്റെ ഫിലിം ആക്ടിങ് ആൻഡ് ഫിലിം ടെക്നിക്സ് DC ബുക്സിൽ പോയി മേടിച്ചു. അത് വായിച്ചു തുടങ്ങി. കാര്യം എന്തായാലും ജോലി പോയി. കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ അവിടെ നമ്മൾ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാത്ത കാരണം കൊണ്ട് പൈസ മുഴുവൻ പോവുകയും ചെയ്തു. അങ്ങനെ 0 ബാലൻസ് ആയിട്ട് തിരിച്ച് വീട്ടിലെത്തി ഒരു പുസ്തകം വീട്ടിൽ നിന്ന് പൈസയും കൊടുത്ത് മേടിച്ച് ഞാൻ പുസ്തകം വായിച്ചു. അപ്പോൾ ഇനി ജോലിയില്ല, ഇനിയിപ്പോൾ അടുത്ത് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മളുടെ ചാൻസ് അന്വേഷിക്കൽ ആരംഭിക്കാം
അങ്ങനത്തെ ഒരു കറക്കത്തിൻ്റെ ഒടുവിലാണ് പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ സിനിമയിലേക്ക്. മുമ്പ് വൈഫിനോട്, ഫ്യൂച്ചർ വൈഫിനോട് ഒരു കൺസെന്റ് വെച്ചുള്ള അതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര, ഞങ്ങൾക്ക് എത്ര കൊല്ലമായിട്ട് അറിയാം, ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാതെ ജീവിച്ചതിനേക്കാളും കൂടുതൽ ഞങ്ങൾ പരിചയം ഉണ്ടായി ജീവിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് എൻ്റെ ഒരു 15 വയസ്സ് തൊട്ട് അറിയാം, എനിക്കിപ്പോൾ 35 വയസ്സായി, അതുപോലെ തന്നെ അവൾക്കും. അപ്പോൾ ഞങ്ങളെ ഇപ്പം എൻ്റെ എല്ലാ നല്ല ശീലങ്ങളും എൻ്റെ എല്ലാ മോശം ശീലങ്ങളും കൃത്യമായിട്ടും ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ അവൾക്ക് നല്ല കൃത്യമായിട്ട് അറിയണമാണ്. അപ്പോൾ ഞാൻ ഇവളോട് കൺസെൻറ്റ് ചോദിച്ചത് അത് അപ്പം പറഞ്ഞിട്ടാണ്. അതിനു മുമ്പ് ഞങ്ങളുടെ കോൺവെർസേഷൻസിൽ എപ്പോഴും സിനിമ വരും. കാര്യം എന്ന് വെച്ചാൽ അവൾ ഇത്തിരി ന്യൂസൊക്കെ കാണുന്ന പോലത്തെ ആളാണ്, ഞാൻ സിനിമ കാണുന്ന പോലത്തെ ആളും. അത്രയും വ്യത്യാസം ഞങ്ങൾ തമ്മിൽ, അങ്ങനത്തെ ഒരു അന്തരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടുന്ന് കോയമ്പത്തൂർക്ക് പോവുക. അപ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾക്ക് ബസ് കയറി പോവുകയാണ് ചെയ്യുക. അപ്പോൾ പോകുമ്പോൾ ഒന്നുകിൽ KSRTC അല്ലെങ്കിൽ SCTCയുടെ ബസ്സുണ്ട്, അതിനകത്ത് പോകാം. അങ്ങനെ പോകുമ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാനൊരു നാനയോ വെള്ളി നക്ഷത്രമോ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമാ വാരിക എൻ്റെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ഇത് മൊത്തം മരിച്ച് പുറകെ വായിച്ച് തീരുമ്പോഴത്തേക്കും പാലക്കാട് എത്തും. അപ്പോഴാണ് ഞാൻ ചോദിക്കണം, പിന്നെ എന്തെങ്കിലും വിശേഷം, അതുവരെയും ഞാൻ ഇതൊന്ന് വായിച്ചു തീർത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെറുതെ ബോറടിച്ചെൻ്റെ സൈഡിലിരിക്കണം. അങ്ങനെയും പിന്നെ ഞാൻ അവിടെ വീക്കെൻഡ്സ് കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിൽ അവിടെ നിന്നൊരു KG തിയേറ്റർ ഉണ്ട്. ആ KG തിയേറ്ററിൽ നമുക്കന്ന് 10 രൂപയ്ക്ക് AC തിയേറ്ററിൽ ഇരുന്നിട്ട് സിനിമ കാണാം. ഒറ്റ പ്രശ്നമുള്ളൂ, ഏറ്റവും ഫ്രണ്ടിലെ റോളിലിരുന്ന് കാണണം. അപ്പോൾ ഒരു ദിവസം നമുക്ക് 30 രൂപ ഉണ്ടെങ്കിൽ 3 സിനിമ കാണും. അപ്പോൾ രാവിലെ 2.5 രൂപ ബസ്സിന് ഇങ്ങോട്ട്, 30 രൂപ 3 സിനിമയും കണ്ട്, രാത്രി 2.5 രൂപ ബസ്സിന് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് 35 രൂപയ്ക്ക് ഞാൻ 3 സിനിമ AC തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ച് എത്തി. ഈ 3 സിനിമയുടെയും കഥ ഇവൾക്ക് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തിട്ട് അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇവളെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കുള്ളൂ. ഈ ഞാൻ എന്തൊക്കെ വിശേഷം ചോദിക്കുന്നല്ലേ. അപ്പോൾ ഇവൾക്ക് ഇതൊന്നും ഒരു വലിയ ഇൻട്രസ്റ്റ് ഉള്ളു. ഞാനിത് ഇങ്ങനെ ഇൻ ഡീറ്റെയിൽ കഥ പറയുന്ന സമയത്ത് ഇവള് എന്തായാലും മറ്റേനേക്കാളും നല്ലതാ, നീ പറ അതിനേക്കാളും നല്ലല്ലേ, പറയാൻ വിഷയങ്ങളും ഉണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോഗ്നിസെന്റിൽ ജോലിക്കൊക്കെ കയറുന്നതിന് മുമ്പ്, കോഗ്നിസെന്റിൽ കോളേജ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് TCSൻ്റെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്കൊരു കോൾ കിട്ടിയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോകണം. അപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസമൊക്കെ റെഡിയാക്കിയേക്കണം. അപ്പോൾ ആ പോണ പോക്കിൽ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ട്രെയിനിലൊക്കെ ഇരുന്ന് പോയി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഷെറിന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ആ ഒരു 6000 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അവനെ വിളിച്ചു, വാടാ അവനെ ഫ്രീ ആണെങ്കിൽ വാടാ. അപ്പോൾ അവനും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്, വാടാ നമുക്ക് ചുമ്മാ പോയി. അവൻ പറഞ്ഞു ഞാനൊന്നും ഇല്ലടാ, വാത് വെറുതെ പോയി ഒരു തിരുവനന്തപുരമൊക്കെ ഇറങ്ങിയിട്ട് വരാടാ, ഞാൻ എന്തായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം, നീയും അറ്റൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകണം. അങ്ങനെ പോയി ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായി, ഇവന് ജോലിയും കിട്ടി. അപ്പം ഈ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് ഫൈനൽ റൗണ്ട് വരെ ഇവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് തലയിൽ കൈ വെച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ അവനെ ഫേസ് ചെയ്യും, എങ്ങനെ കാര്യം എൻ്റെ കൂട്ട് വന്നവന് ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ അന്ന് രാത്രിയാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പാസ്സായി, നമുക്ക് പറ്റിയ മേഖലയല്ല ഇത്. അപ്പോൾ പിന്നെ എന്താണ് പിന്നെ, അപ്പം ഞാൻ എൻ്റെ ഭാര്യ അന്ന് കാമുകിയായിരുന്നല്ലോ, അവളോട് പറയണ അപ്പന് കുറച്ച് പറമ്പൊക്കെ ഉണ്ട്, ഹൈടെക് കൃഷിയോ അങ്ങനെ വല്ലതും പരിപാടിയായിട്ട് നമുക്ക് സാധാരണപരമായിട്ട് സെറ്റിൽ ആവണമല്ലോ. അപ്പോൾ അവൾ ചോദിച്ചു അതല്ലാണ്ട് വേറെ 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 ഞാനൊന്നും ഒന്നിലും താല്പര്യമല്ല, വേറെ ഇഷ്ടമുള്ള ഒരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോഴാണ് അവള് ചോദിക്കുന്നത് സിനിമയിൽ എന്തെങ്കിലും താല്പര്യം, സിനിമയിൽ താല്പര്യമൊക്കെ ഉണ്ടോന്നൊക്കെ വെച്ചാൽ ഉണ്ട്, പക്ഷെ നമ്മളെ കാര്യത്തിന് ശ്രമിച്ചു നോക്കി കൂടെ എന്നുള്ള ലൈനിൽ അവള് ചോദിച്ചപ്പോൾ ഞാൻ ശ്രമിച്ച് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കാര്യം ശ്രമിച്ച് നോക്കാണ്ട് പരാജയം അംഗീകരിക്കുന്നില്ല, അത് അർത്ഥമില്ല. അപ്പം ആ സമയത്താണ് എൻ്റെ കസിൻ്റെ കസിനാണല്ലോ നിവിൻപോളി, നിവിൻചേട്ടൻ സിനിമ കയറി കഴിയുമ്പോൾ അപ്പം നമുക്ക് സിനിമ കയറാൻ പറ്റുമോ, നിവിൻചേട്ടൻ ഈ സിനിമാ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. അത് ചെറിയൊരു മോട്ടിവേഷനായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പോർട്ട്ഫോളിയോ പരിപാടികളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കഴിഞ്ഞ് സിനിമയിൽ കയറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലൊരു ദിവസം അപ്പൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്കും വീട്ടിൽ ഞങ്ങളുടെ പ്രണയവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുകയും എനിക്ക് അത് രണ്ടുപേർക്കും കല്യാണപ്രായമാവുന്ന സമയത്ത് അതേപോലെ തന്നെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അത് നടത്താം, ഇപ്പം തൽക്കാലം നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ് വിട്ടേക്കുന്നൊരു സമയത്ത് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിക്കും. ചിലപ്പോൾ ഞാനൊരു ന്യൂഡ് സീൻ ചെയ്തെന്ന് വരാം, ചിലപ്പോൾ ഒരു ലിപ് ലോക്കോ ബെഡ്റൂം സീനോ ചെയ്തെന്ന് വരാം, നിങ്ങളതൊന്നും കണ്ട് ഡിസ്റ്റർബ്ഡ് ആവരുത്, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞു. അപ്പൻ
എന്നോടൊന്നും പറയണ്ട, നീ അവളോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിക്കണം, ഞാൻ അവളോട് പറഞ്ഞു. അപ്പം അവളും ഈ പറഞ്ഞ പോലെ അത് ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യം. ഇവൾക്കും ഈ ഇപ്പം ഞാൻ എൻ്റെ കൂടെ നിരന്തരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ് അവള്. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സ് എന്താണെന്നൊക്കെ ഈ പുറത്തുനിന്ന് സിനിമ കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകനേക്കാളും നല്ല ക്ലാരിറ്റിയിൽ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വരെ അറിയാം എങ്ങനെയാണ് ഈ ഷൂട്ടിംഗ് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനൊരാഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കളയുടെ സമയത്ത് ഒരു ഇൻറ്റിമേറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ദിവ്യ അങ്ങനെ മുകളിൽ ഇപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് എന്തൊരു സുന്ദരിയാ നീ എന്നൊക്കെ പറയണ സാധനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ 85 കിലോ ഉള്ള അഖിൽ ജോർജ് 30 കിലോ ഉള്ള ക്യാമറയുമായിട്ട് എൻ്റെ നെഞ്ചത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ക്യാമറയുടെ ലെൻസിനോടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ധാരണ എന്തായാലും എൻ്റെ വീട്ടുകാർക്കെല്ലാം ഉണ്ട്. അമ്മയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഈ പറഞ്ഞ ഷൂട്ടിംഗ് ആണ് എന്നൊക്കെ അറിയാം. പക്ഷെ എന്തിനാ മോനെ ഈ കള കഴിഞ്ഞപ്പോഴാണ് എന്തിനാ മോനെ നീ ഇങ്ങനത്തെ സിനിമയൊക്കെ ചെയ്യണേ. വേറെ ഒന്നുമില്ല, എന്നെ ചോരയും പരിക്കുമൊക്കെ ആയിട്ട് കാണുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ എപ്പോഴും സിനിമ ഫോളോ ചെയ്യാറുണ്ട് കൃത്യമായിട്ട്? അമ്മ നന്നായിട്ട് സിനിമയൊക്കെ കാണുന്ന ആളാണ്. അമ്മയായിട്ടുള്ളൊരു കെമിസ്ട്രി എങ്ങനെയാണ്? അമ്മയായിട്ടുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒറ്റ കഥ പറഞ്ഞാൽ മനസ്സിലാവും. അതായത് അമ്മയ്ക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് ജാനുവരി 20-ാം തീയതിയാണ്. ഞാൻ ജനിച്ചത് ജാനുവരി 21-ാം തീയതിയാണ്. അപ്പം ഇങ്ങനെ പറയാന്ന് വെച്ചാൽ അമ്മേനെ വിട്ട് പുറത്തേക്ക് വരാനുള്ള മടി കാരണം കൊണ്ട് ഒരു ദിവസം കൂടെ ഗർഭപാത്രത്തിനകത്തുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ്. അത് ഞാനായിരുന്നു വീട്ടിലെ ഏറ്റവും ഇളയാള്. അത് കാരണം കൊണ്ട് ഞാൻ ഭയങ്കര അമ്മക്കുട്ടിയായിരുന്നു. ചേട്ടനും ചേച്ചിയൊക്കെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുമ്പോൾ ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ, അങ്ങനത്തെ ഇതായിരിക്കും. ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ കസിൻസിൻ്റെ കൂടെ പോകുന്നത്. നമുക്കൊരു സമയം കഴിയുമ്പോഴേ, ഇപ്പം എനിക്കൊക്കെ പ്രത്യേകിച്ച് എനിക്ക് 42 വയസ്സായി, അപ്പം 35 വയസ്സായി കാണല്ലോ. ഇപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഇപ്പം സൽമയുടെ ഒരു കവിത ഉണ്ട്, അവനില്ല ലോകം, അവനില്ലാത്തതിൻ്റെ ലോകം. അമ്മയുടെ പെർസ്പെക്റ്റീവാണ്. മക്കൾ ഈ മടിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നൊരു കാലം വരും. അങ്ങനെ പോയിട്ടുണ്ടോ? അമ്മയെ വിട്ട് മാറി ഇപ്പം അമ്മയുടെ അടുത്ത് അതായത് നമ്മുടെ പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, ഏറ്റവും അമ്മ പ്രയോറിറ്റി അല്ലാതായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലുമില്ല. അതായത് ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലെ ഏറ്റവും ഹോം സിക്കായിട്ടുള്ള ആൾ ഞാനാണ് വീട്ടിലേ ഇല്ലാത്തത്. ബാക്കി എല്ലാവരും വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ എത്രയോ ചെറിയൊരു അംശമാണ്. ഞാൻ ആലോചിക്കുന്നത് ലൈഫ് നമ്മളെ എങ്ങോട്ടൊക്കെയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇത്രയും മാറി നിൽക്കും. അതായത് ഞാൻ പറഞ്ഞില്ലേ, കസിൻസിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോലും മടിച്ച് അപ്പൻ്റെ അമ്മയുടെ ഒരു 10 വയസ്സ് വരെയും ഞാനിങ്ങനെ എന്നെ എത്ര മാറ്റിക്കിടത്തിയാലും രാത്രി ഉറക്കത്തിൽ സ്ലീപ്പ് വാക്കിംഗ് ആണെന്ന് പറഞ്ഞ് ഇവരുടെ നടുക്ക് വന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ആളാണ്. അങ്ങനത്തെ അറ്റാച്ച്ഡ് ആയിരുന്ന ആളാണ്. അത് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഈ ഒരു പ്രായം കഴിയുമ്പോൾ ഈ ഫിസിക്കൽ എക്സ്പ്രഷൻസ് ഓഫ് ലവ് അത്രയ്ക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഒരു 10-12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അമ്മയുടെ അടുത്തേക്ക് വല്ലാതൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ പോയിട്ടില്ല. എന്നുവെച്ചാൽ ഹഗ് ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മളൊരു പ്രകടിപ്പിക്കുന്ന അത്ര അങ്ങനെ ഇതെല്ലാം വിചാരിക്കുന്ന ഫാമിലീസൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ. അല്ല, അത് നമുക്ക് മലയാളികൾക്ക് പൊതുവെ അത് ഇത്തിരി കുറവാണ്. ഞാൻ ചോദിക്കാൻ വന്നത് അമ്മയെ ഹഗ് ചെയ്തിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കാം. ഹഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ആശ്രയിക്കേണ്ടി വന്നിട്ട്, അതായത് ഒരു ഹഗ് അങ്ങോട്ട് പോയി ചെയ്യേണ്ടി വന്നിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ഹോസ്പിറ്റൽ സമയം, ഈ ഹോസ്പിറ്റൽ സമയത്തൊക്കെ വേറെ ആരില്ലെങ്കിലും അമ്മ അടുത്തുണ്ടാവണം. അമ്മനെ കെട്ടിപ്പിടിച്ചാൽ ഞാൻ കിടന്ന് ഓർമ്മയുള്ളൂ ആ സമയം. ഞാൻ കുട്ടിയായപ്പോഴുള്ള കാര്യമല്ല പറഞ്ഞത്. ഈ അടുത്ത് ഇമോഷണലി ഒരു ഭയങ്കര വൾണറബിലിറ്റി വരികയും അപ്പം വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ വയ്യ, അപ്പോൾ നമുക്ക് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. അത് അങ്ങനെ വന്നിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു എൻ്റെ അമ്മേനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അതുപോലെ ഇന്ന് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ ഭാര്യനെയാണ്. എനിക്ക് അങ്ങനെ ഇമോഷണലി അത്രയും അത് അമ്മ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പക്ഷേ എനിക്ക് അവരുമായിട്ടുള്ള സമയം മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഡെലിബറേറ്റ്ലി ഞാൻ ഒരു മാസം ഒരു പണിക്കും പോകില്ല. ഞാൻ വീട്ടിലിരിക്കും അല്ലെങ്കിൽ ഫുൾ വീട്ടുകാരെയും കൊണ്ട്. കാര്യം ഞാൻ വീട്ടിലിരുന്നാലും ചിലപ്പോൾ അവർക്ക് എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വരില്ല, വേറെ ആരെങ്കിലും വീട്ടിലേക്ക് വരികയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഫുൾ ടീമുമായിട്ട് ഞങ്ങൾ 10-15 പേരുണ്ട്. ഒരു ചെറിയ പാക്കേജ് ട്രിപ്പിനുള്ള അത്രയും ആൾക്കാരുണ്ട്. അപ്പൻ, അമ്മ, ചേച്ചി, എളിയൻ 3 പിള്ളേർ, ചേട്ടൻ ഭാര്യ 2 പിള്ളേർ, ഞാൻ ഭാര്യ 2 പിള്ളേർ. അപ്പോൾ ഞങ്ങൾ യാത്ര പോകും. ഈ യാത്ര പോകുന്ന സമയത്ത് ആണ് നമുക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഹഗ് ചെയ്യാന്നല്ല, പക്ഷെ മടിയിൽ കിടക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവല്ലോ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കാൻ കാരണം ഇതിപ്പോൾ ഇത്ര വലിയ ആളായി ഇത്ര മസിലൊക്കെ വെച്ചെങ്കിലും അമ്മയ്ക്ക് കുട്ടി തന്നെയാണുള്ളത്. അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും കൂട്ടുകുടുമ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തത്. നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ സാധാരണക്കാരുമായിട്ട് ഇടപഴകാൻ പറ്റാറുണ്ടെന്ന്. എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും എന്ന് പറഞ്ഞാൽ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം എൻ്റെ കൂടെ ഇവിടെ താമസിക്കുന്നവരൊക്കെ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവരൊന്നും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുന്ന അല്ല, ഞാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് എനിക്ക്
ഒരിക്കലും ഈ സാധാരണക്കാരിൽ നിന്ന് ഞാൻ അകന്നു പോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചിന്താഗതി കൊണ്ട്. കാര്യം എൻ്റെ ഞാൻ എന്തുകൊണ്ട് എറണാകുളത്തേക്കോ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത പോലും മാറാമായിരുന്നിട്ടും മാറാത്തതിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ ഇരിങ്ങാലക്കുട തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. കുടുംബത്തിലാണോ അതോ വേറെ? കുടുംബ വീട്ടിൽ തന്നെ. ഞങ്ങളൊരു ജോയിന്റ് ഫാമിലിയാണ് ഞങ്ങൾ. അത് ഇനിയും തുടർന്നും ഒരു പുതിയ വീട് വെച്ച് മാറാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോഴും ഞങ്ങൾ ഇതേ സെറ്റ് ഓഫ് ആൾക്കാർ തന്നെയാണ്. ഞാൻ ഈ ലോക്ക്ഡൗണിന്റെ സമയത്താണ് എനിക്ക് അതിൻ്റെ ഒരു ലോക്ക്ഡൌണിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതാണ് പറഞ്ഞത്. എനിക്ക് അതിന്റെ വാല്യൂ മനസ്സിലായതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ പേർക്ക് ലോക്ക്ഡൗണിന്റെ സമയത്ത് ഭയങ്കര ഡിപ്രഷൻ ആയി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്തിനാടാ ഡിപ്രഷൻ, എന്ത് പറ്റി? ഇപ്പോൾ ഒരു നല്ലടാ അങ്ങനെ ഇങ്ങനെ നല്ല സുഖമല്ലേ, അപ്പൻ അമ്മ ചേട്ടൻ ചേച്ചി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഭാര്യ മക്കൾ. എൻ്റെ അന്ന് ഭാര്യ പ്രഗ്നന്റുമാണ്. അപ്പോൾ അവളുടെ കൂടെ ആ പ്രഗ്നൻസിയുടെ അവസാനത്തെ 3 മാസം ഉണ്ടാകാൻ പറ്റി, ഡെലിവറിക്ക് ശേഷം ഒരു 3 മാസം ഉണ്ടാകാൻ പറ്റി. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സമാധാനമായിട്ടും ഹാപ്പി ആയിട്ടിരുന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ്. എനിക്ക് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴേ ഡിപ്രഷൻ വന്നു. ഇനി പണിയെടുക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചു. ഈ സിനിമയുടെ തിരിച്ചു വരാണെങ്കിൽ സിനിമയുടെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് തീവ്രത്തിൽ ഏടിയായിരുന്നല്ലേ? അതെ. അപ്പം സിനിമയിൽ നടനായിട്ട് പോകാൻ ആഗ്രഹിച്ച ഒരാൾ ഏടിയായിട്ട് വരുമ്പം എന്ത് വ്യത്യാസം ഉണ്ടായിരുന്നു? ആദ്യം ഞാൻ ചെയ്തത് പ്രഭുവിൻ്റെ മക്കൾ എന്നുള്ള സിനിമയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രശോഭ് എന്നുണ്ട്, പ്രശോഭ് വിജയൻ. പ്രശോഭ് എൻ്റെ സുഹൃത്തായിരുന്നു. പ്രശോഭിൻ്റെ സുഹൃത്തായിരുന്നു നമ്മളുടെ രൂപേഷ് ഏട്ടൻ. അങ്ങനെയാണ് ഞാൻ രൂപേഷ് ഏട്ടനെ പരിചയപ്പെടുന്നത്. പിന്നെ ഞാൻ രൂപേഷ് ഏട്ടനായിട്ട് സൗഹൃദമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് തീവ്രം പ്രൊജക്റ്റ് ഓണാവുന്നത്. ആ കോള് വരുന്നത് നമ്മുടെ ദുൽഖറിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്, നമുക്ക് ഇന്ന സമയത്ത് തുടങ്ങാം എന്ന് പറഞ്ഞുള്ള കോള് വരുന്നത് ഞാനും രൂപേഷ് ഏട്ടനും ഒരുമിച്ചിരിക്കുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും രീതിയിൽ ഈ പടത്തിലുണ്ടാവും. അത് പുള്ളി തന്നെ പറഞ്ഞു, ഇവിടെ ചെറിയ വേഷങ്ങളാണ് നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിക്കോട്ടെ, സിനിമയ്ക്ക് ഉള്ളിൽ നിൽക്കുക, ലൊക്കേഷനിൽ നിൽക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ, പ്രോസസ്സ് പഠിക്കുക. അന്നാണെങ്കിലും സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫുൾ സ്വിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പൂജ, ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിൻ്റെ പൂജയ്ക്ക് മാർട്ടിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ നിന്നാണ് അലക്സി കുര്യൻ പ്രൊഡക്ഷൻ കൺട്രോളർ, അലക്സ് ചേട്ടൻ എൻ്റെ ഫോട്ടോസ്. അപ്പം എൻ്റെ ഉണ്ടല്ലോ മറ്റേ പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, അതെല്ലാവർക്കും കൊടുത്തു വെക്കുന്നുണ്ടല്ലോ. പുള്ളിയും പിന്നെ ഷൈൻ ചേട്ടൻ, അബ്രിഡ് ഷൈൻ ചേട്ടൻ ഇതുപോലെ ഞങ്ങൾ ഒരു വനിതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൈൻ ചേട്ടൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൈൻ ചേട്ടനും അലക്സ് ചേട്ടനും മാർട്ടിൻ ചേട്ടനും ഈ ഫോട്ടോസ് കാണിക്കുന്നത് ഏകദേശം സെയിം സമയത്താണ്. അപ്പോൾ അതിലൊരു കൗതുകം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ മാർട്ടിൻ ചേട്ടൻ എന്നാൽ എന്നെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കലും അങ്ങനെ അവിടെ പോയി. അങ്ങനെയാണ് ABCDയിലേക്ക്. അതും നല്ല രസമുള്ള കഥയാണ്, പറയാനാണെങ്കിൽ കുറേ കഥകളുണ്ട് കേട്ടോ, നമുക്ക് പറ്റുന്നിടത്തോളം പറയാം. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞു, മാർട്ടിൻ ചേട്ടൻ ഈ പൂജയുടെ അന്ന് വന്നപ്പോൾ രൂപേഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ പടത്തിലെ വില്ലനാണ്, റിച്ച് കിഡാണ്, ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്, നല്ല ആപ്പിൾ പോലെ ഇരിക്കണം, അധികം വെയിലൊന്നും കൊള്ളിക്കരുത്, എനിക്കറിയാം നിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്ന് അറിയാം, അധികം വെയിലൊന്നും കൊള്ളിക്കരുത്, അങ്ങനെ പണിയെടുപ്പിച്ച് അവശനിലയാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം എനിക്ക് ഇത്രയും സുഖസുന്ദരമായിട്ട് ജോലിയെടുത്ത ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ മലയാള സിനിമയിൽ വേറെ ഉണ്ടാവില്ല. എനിക്ക് വെയിൽ കൊള്ളാൻ പാടില്ല, എനിക്ക് വേണമെങ്കിലും പുറത്ത് പോയി ക്രൗഡ് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിലും കുടയൊക്കെ ഉണ്ടാവും. അപ്പോൾ ABCD കഴിഞ്ഞു, പിന്നീട് അങ്ങോട്ട് അടുത്തൊരു മെയിൻ റോൾ ഏതായിരുന്നു? ABCD കഴിഞ്ഞിട്ട് സ്റ്റാറിംഗ് പൗർണമി എന്നുള്ള സിനിമയാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അത് ഒരു സിനിമയ്ക്ക് ക്യാമറ ഒക്കെ നിരത്തി വെച്ചുള്ള ഒരു സാധനമൊക്കെ കണ്ടിട്ടുള്ളത്, ടൈം സ്ലൈസ് സർക്യൂട്ട്. അത് ആൽബി ചേട്ടൻ ഇപ്പോഴും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ഡയറക്ടർ. അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ സിനു ചേട്ടൻ ഈ ടൈം സ്ലൈസ് സർക്യൂട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി. അത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടിറങ്ങി ഒരു ദിവസം ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ 20 ലക്ഷം രൂപ ചിലവുള്ളത്. പുള്ളി 72 സ്റ്റിൽ ക്യാമറയും 2 വീഡിയോ ക്യാമറ വെച്ചൊരു സാധനം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മൈക്രോ സെക്കൻഡ് ഗ്യാപ്പിൽ ഈ സ്റ്റില്ല് അടിക്കും. അപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സ്റ്റക്കായിട്ട്, ഇപ്പൊ ബോയ്സിലെ ആ പാട്ടിലും വിശ്വരൂപത്തിലൊക്കെ കണ്ടിട്ടുള്ള ആ സാധനമാണ് ടൈം സ്പേസ് സർക്യൂട്ട്. അത് പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കി. പുള്ളിയുടെ വീട്ടിലൊരു ശാലയുണ്ട് എന്ന് പറയുന്നതിനേക്കാളും പുള്ളിയുടെ പരീക്ഷണശാലയിൽ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. പുള്ളിയുടെ വീട്ടിൽ പോയാൽ അങ്ങനെയാണ്, 3 മീറ്റർ താഴത്തൊക്കെ ബാറ്ററി ഒക്കെ ഇരിപ്പുണ്ടാവും. മറ്റേ അങ്ങനെ പുള്ളി സ്വന്തമായിട്ട് ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ആളുണ്ട് പുള്ളി. പക്ഷെ അത് നിന്ന് പോയി. ഓരോ സിനിമയ്ക്കും അതിന്റെ വിധി ഉണ്ടെന്ന് പറയുന്ന പോലെ. അതിന്റെ റൈറ്ററായിരുന്നു വിനീഷ് ലാൽ. അങ്ങനെ ആ സിമിലർ ടീമായിരുന്നു കൂതറ എന്നുള്ള സിനിമയിലേക്ക് എന്നെ എത്തിച്ചത്. ആ സമയത്താണ് സെവൻത് ഡേ. പക്ഷെ കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടിയല്ലോ സ്റ്റൈലിഷ് ആയിട്ടുള്ള പടമല്ല. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് അഖിൽ പോളുമായിട്ട്. അത് പിന്നീട് ഫോറൻസിക്കിലേക്ക്. ഈ 7th ഡേ കഴിഞ്ഞിട്ട് അടുത്ത 7th ഡേ കഴിഞ്ഞ് എപ്പോഴാണ് നമ്മുടെ മെയിൻ പടത്തിലേക്ക് വരുന്നത്? എപ്പോഴാണ്? പിന്നെ മൊയ്തീനാണ്.
മൊയ്തീനില്ല. ഓക്കെ, മൊയ്തീൻ ഞാൻ അതിലേക്ക് വരാൻ പോകണം. 2014-15 ഒരു ഭയങ്കര ഒരു നിർണായക സന്ധിയാണ് ശരി ടൊവിനോ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ ജീവിതത്തിൽ പോലും. തീർച്ചയായിട്ടും കല്യാണം കഴിയുന്നത് 2014-ലാണ്. 2015 മൊയ്തീൻ വരുന്നു. എന്താണ് ആ കഥാപാത്രത്തിൻ്റെ പേരെന്തായിരുന്നു? പെരുമ്പറമ്പിൽ അപ്പു. അത് ടൊവിനോ എന്ന് പറയുന്ന അഭിനേതാവിനെ റീഡിഫൈൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുത്തൊരു സിനിമയാണ്. നിവർന്നു നിന്ന് 2 ഡയലോഗ് പറയാൻ മറ്റതൊക്കെ പരിങ്ങി എന്നുള്ള ഡയലോഗുകൾ. ഇത് വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. അല്ലാതെ ഒന്നാമത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് തന്നെ സജസ്റ്റ് ചെയ്ത് രാജുവേട്ടനാണ്. ഞങ്ങൾ 7th grade സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ 7th grade. പക്ഷെ ഞങ്ങൾക്ക് കുറേ നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് പോകേണ്ടത്, അതായത് മറ്റു ഭാഷകളിൽ പോയി സിനിമ ചെയ്യുന്നത് മാത്രമല്ല ഇവിടുത്തെ സിനിമകൾ എങ്ങനെയാണ് പുറത്തേക്ക് പോകേണ്ടത്, സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് പുലർത്തേണ്ട ആത്മാർത്ഥത തുടങ്ങിയ പല കാര്യങ്ങളും, ഫോക്കസ് തുടങ്ങിയ പല കാര്യങ്ങളെ പറ്റിയിട്ടും എനിക്ക് ഒരു ചിന്തയുണ്ടാവുന്നതും എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവുന്നതൊക്കെ രാജുവേട്ടൻ്റെ ഇൻസ്പിറേഷനിൽ നിന്ന് തന്നെയാണെന്ന്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി തന്നെ ഇങ്ങനൊരു പടത്തിൽ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട് എന്നും പറഞ്ഞിട്ട് പുള്ളി സജസ്റ്റ് ചെയ്യുന്നതും. അത് കഴിഞ്ഞിട്ടും പിന്നെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും പുള്ളി തന്നെയാണ് ഇടപെട്ട് അത് മൊത്തം സോർട്ട് ചെയ്ത് ഞാൻ ആ സിനിമയിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയത്. പക്ഷെ ആ സിനിമ കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീജനങ്ങളുടെ വലിയ സിമ്പതി പിടിച്ചു പറ്റാൻ അപ്പുവേട്ടനെ പറ്റി. ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ കണക്റ്റഡ് ആയി ആ സിനിമയായിട്ടും. ചുറ്റും ആൾക്കാരും അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ രാജുവേട്ടന് മെസ്സേജ് അയച്ചു, ചേട്ടാ താങ്ക് യു സോ മച്ച്, ചേട്ടൻ എന്നെ സജസ്റ്റ് ചെയ്തത് എൻ്റെ ക്യാരക്ടറും റിസീവ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, എന്തായാലും താങ്ക് യു സോ മച്ച്, എനിക്കിനി കുറേ നല്ല ക്യാരക്ടേഴ്സ് വരും, അപ്പോൾ താങ്ക് യു ചേട്ടനും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് പുള്ളി പറഞ്ഞു, നീ ഇനി ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യേണ്ടി വരില്ല, നിനക്കിനി വരാൻ പോകുന്ന ലീഡ് വേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ നല്ലൊരു ക്യാരക്ടർ വേഷമല്ലോ ഇതിനകത്ത് ചെയ്ത്, അപ്പോൾ തുടർന്നും എനിക്ക് അങ്ങനെ അല്ലേ വരിക, നീ കണ്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുള്ളൊരു 100 കഥ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 90 എണ്ണം നായക വേഷമായിരുന്നു. എന്നിട്ടും ഞാൻ നായക വേഷം അല്ലാത്ത വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് സിനിമയുടെ ടോട്ടാലിറ്റിയാണ് എന്നെ എക്സൈറ്റ് ചെയ്യുന്നത്. പിന്നീട് 15 ആയപ്പോഴേക്കും മെക്സിക്കൻ അപാരതയിലോട്ട് ലാൻഡ് ചെയ്യുന്നു. അത് 16 വരുന്നു. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ്? അത് 17 മാർച്ച് 3 മെക്സിക്കൻ അപാരത ഇറങ്ങുന്നത്. ടൊവിനോ ലീഡാക്കി കളയാമെന്ന് മുന്നേ പരിചയം ടോം മിട്ടി യൂട്യൂബ് ബ്രൂട്ടസിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളിയാണ് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, നീ ഇങ്ങനൊരു പണം ചെയ്യണോടാ, അങ്ങനെ ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ടോം മിട്ടിയാണ് ശരിക്കും മെക്സിക്കൻ അപാരത. അപ്പൊ അതാണ് ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ സക്സസ് നോക്കുന്ന സമയത്ത്, ആ ബാങ്കബിലിറ്റി നോക്കുന്ന സമയത്ത് ആ സിനിമ എനിക്ക് ഉണ്ടാക്കി തന്നത് തുടർന്ന് അങ്ങോട്ടുള്ള കുറേ സിനിമകളാണ്. അതിനാണ് അതിൻ്റെ ആ ഒരു സ്ട്രീക്ക് തന്നെയാണ് ഇപ്പോഴും. ഈ ടോവിനോയെ പറ്റി രസകരമായിട്ടുള്ള വേറൊരു ഒബ്സർവേഷൻ ഈ അടുത്ത് ഞാനൊരു സ്ഥലത്ത് കണ്ട സ്ഥലം അൺപോപ്പുലർ ഒപ്പീനിയൻ ആണെങ്കിലും പറഞ്ഞ കാര്യത്തിൽ അതിലൊരു കാര്യമുണ്ട്, അത് പറയാൻ. ഇപ്പോൾ ടോവിനോയുടെ ഒരു പടം മെക്സിക്കൻ അപാരത ആദ്യമായിട്ട് അങ്ങ് ഹിറ്റായി, പടം അങ്ങ് പോവാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ട് ഒബ്വിയസ്ലി. പക്ഷെ അതേ സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ കൂടി വലിയൊരു പടം, കുറേ കൂടി നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ട് പിന്നീട് അതിനുശേഷം അപ്പോൾ നിങ്ങൾ അങ്കമാലി ഡയറീസ് ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം, അല്ലെങ്കിൽ ഈ 2 ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഞാനും ആൻ്റണിയും കൂടെ കെട്ടിപ്പിടിച്ച് എന്നിട്ടൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ 2 പേരുടെയും ഓരോ പടം നാളെ വരുന്നുണ്ട്, മിന്നിച്ചേക്കണേ. അപ്പോൾ പിന്നെ എന്താ അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മുടെ ഏറ്റവും പുതിയ സിനിമ ഇറങ്ങിയപ്പോൾ ARM ഇറങ്ങിയപ്പോൾ കിഷ്കിന്ദ കാണ്ഡം നന്മയുടെ അടിസ്ഥാനത്തിൽ കേട്ടോ കുറേ കൂടി ആളുകൾ പിന്നാലെ പോകാൻ. അതേപോലെ എന്നാത്താൻ കേസോട് അതിൻ്റെ കൂട്ടത്തിൽ തല്ലുമാല വരുന്നു. അപ്പം അങ്ങനെ ഒരു സിനിമ കുറേ കൂടി പോസിറ്റീവ്, അതായത് ഇത് പോസിറ്റീവ് അല്ലെന്നല്ല, ഇത് പോസിറ്റീവ് കിട്ടുമ്പോൾ അതിനേക്കാൾ ഓൺ ദ മീറ്റർ കുറച്ചും കൂടി കൂടുതൽ പോസിറ്റീവായിട്ടുള്ള വേറെ പടം തകർത്ത് ഓടുന്നു. എന്താണ് കുഴപ്പം? അത് ഇഷ്ടപ്പെടുകയാണോ, അതിനോട് അത് എൻജോയ് ചെയ്യണോ? അതിനകത്തുള്ള എൻ്റെ ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ, ആളുകൾ 2 സിനിമ ഒരേ സമയം തിയേറ്ററിൽ നിറഞ്ഞു ഓടുക എന്ന് പറയുന്ന ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിനേക്കാളും വലിയ സന്തോഷമില്ല. നല്ല സിനിമകളുണ്ടായിട്ട് അത് തിയേറ്ററിൽ വന്ന് ആൾക്കാരെ തിയേറ്ററിൽ കയറി കാണാതിരിക്കുന്ന സമയത്താണ് ആ വിഷമം. എൻ്റെ സിനിമയാണെങ്കിലും അതല്ല വേറൊരാൾ ചെയ്തൊരു നല്ല സിനിമയാണെങ്കിലും തിയേറ്ററിൽ ഓടാതെ വരുന്ന സമയത്ത് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാകാറുണ്ട്. ഇത് ഞാൻ മുമ്പും പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോഴും കാണുന്നത് മലയാള സിനിമ എന്ന് പറയുന്ന ഒരു ടീമാണെങ്കിൽ ആ ടീമിലെ ഒരു പ്ലെയറാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ഈ ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ സിനിമകളുടെ ഓപ്പോസിറ്റ് വേറെ നല്ല സിനിമകൾ അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാളും നല്ലതായിട്ടുള്ള സിനിമകൾ വന്നുകൊണ്ട് എൻ്റെ സിനിമകളെ അത് ബാധിച്ചിട്ടില്ല. ഞാൻ എൻ്റെ 2012 ഞാൻ സിനിമ അഭിനയം തുടങ്ങിയിട്ട്
അന്ന് നിന്നതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര സക്സസ്ഫുള്ളാണ്, ഞാൻ ഭയങ്കര കണ്ടൻറ്റാണ് ആ കാര്യത്തിൽ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പടം കൂടെ ഓടിയതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ മെറിറ്റ് കൊണ്ടായിരിക്കണം ഞാൻ വിജയിക്കേണ്ടത്. മറ്റൊരാളുടെ കഴിവുകൾ കൊണ്ട് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് അഭിമാനിക്കാനൊന്നുമില്ല. തിയേറ്ററിൽ ബോർഡ് സെറ്റായ 2 പടത്തിന് ഒരുപോലെ ഗുണം ചെയ്യുന്നുള്ളൊരു ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോപ്പുലാരിറ്റിയുടെ കാര്യം അങ്ങനെ. അത് പിന്നെ സ്വാഭാവികമായിട്ട് ഏതൊരു നടനും അവാർഡ് കിട്ടിയാൽ മുഷിയില്ലല്ലോ അല്ലേ? അങ്ങനത്തെ ആഗ്രഹം. അവാർഡിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ 2 ഉത്തരവുണ്ടല്ലോ. അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അംഗീകാരം, താങ്ക് യു സോ മച്ച് എന്ന് പറയും. അവാർഡ് കിട്ടിയില്ലെങ്കിൽ പറയും പ്രേക്ഷകരുടെ അംഗീകാരമാണ് അതിനേക്കാൾ. അതത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ചോദിക്കാൻ വന്നതല്ല. അവാർഡ് കിട്ടുന്ന സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പോൾ ആ ക്രോസ് ഓവറൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടോ ഇവനോട് പല സിനിമകളിലെ അഭിനയം അവാർഡ് കിട്ടാൻ പോകുന്ന സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ പക്ഷേ അവാർഡ് വളരെ കുറച്ച് അവാർഡുകളിലൊക്കെ വന്നിട്ടുള്ളൂ. അത് യാദൃച്ഛികതയാണോ അതോ അവാർഡുകൾക്കൊക്കെ ഒരു കൗതുകം, ഒരു രസം എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് അതാണ് അൾട്ടിമേറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല അല്ലേ? അല്ല, അതാണ് അൾട്ടിമേറ്റ് ഞാൻ വിശ്വസിക്കുന്നില്ല. പടം അതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തുകയും അവരത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത പടം എന്താണെന്നുള്ളത് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ കിട്ടാത്ത നിരാശ ഓഡിയൻസിലേക്ക് എത്തിയില്ല അല്ലെങ്കിൽ പടം തിയേറ്ററിൽ വിജയിച്ചില്ല എന്നുണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന നിരാശയൊന്നും അവാർഡ് കിട്ടിയില്ലെങ്കിലും ഉണ്ടാവാറില്ല. അവാർഡ് ആരുടെ അല്ല അങ്ങനെ അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഇല്ലെങ്കിലും അല്ല ആഗ്രഹം എല്ലാവർക്കും കാണും. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കിട്ടിയാൽ നമ്മൾ ആഹാ ഓഹോ എന്ന് പറയും, കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ എന്ത്, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ടോവിനോടെ കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പോയി എടുത്തു നോക്കി, IMDb-യിലൊക്കെ പോയി നോക്കി. അപ്പം ആദ്യത്തെ സിനിമ സജീവ അന്തിക്കാടിൻ്റെ ആദ്യത്തെ സിനിമ തൊട്ട് പ്രഭുവിൻ്റെ മക്കൾ തൊട്ടിട്ട് ഇപ്പം ജിതിൻ ലാലിൻ്റെ ARM വരെ 50-52 സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. അതിലൊരു 80% നവാഗത സംവിധായകരുടെ ആദ്യത്തെ സിനിമകളാണ്. സമ്മതിക്കണം, ധൈര്യം. ഈ ധൈര്യം അത് ഞാൻ ചോദിച്ചത്, ആ റിസ്ക് എടുക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ധൈര്യം. ഞാൻ ഭയങ്കര റിസ്ക് ആയിട്ട് ഒന്നാമത് അങ്ങനെ വരുംവരായികളെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള ആളല്ല ഞാൻ. ആ സ്പോട്ടിൽ എന്ത് തോന്നുന്നു, ഒറ്റ ബുദ്ധിയൊന്നും ഉച്ചപ്രാന്തെന്നൊക്കെ ആൾക്കാർക്ക് വിളിക്കാം. പക്ഷേ അത് കമ്മിറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് ആ സിനിമയ്ക്ക്? അത് ചേട്ടാ, ഞാൻ സിനിമയിൽ വന്ന സമയത്ത് എന്നെ വെച്ചിട്ട് സിനിമ എടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നത് ഇങ്ങനെയുള്ള പുതുമുഖ സംവിധായകരാണ്. അതെനിക്ക് വർക്കായെന്ന് വെച്ചാൽ ആ പുതുമുഖ സംവിധായകരുടെ സിനിമകൾ കൊണ്ടാണ് എനിക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടായത്. ഇപ്പോൾ വിമലേട്ടൻ ഇന്നതിൻ്റെ മൊയ്തിൽ ആ കഥാപാത്രമാണ് എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയത്. അത് കഴിഞ്ഞ് ടോം ഉമ്മട്ടിയുടെ മെക്സിക്കൻ അപാരതയാണ് ബാങ്കബിലിറ്റി തന്നത്. തുടങ്ങി തീവണ്ടി ഫെല്ലിയുടെ ആയത്തെ പടമായിരുന്നു. തുടങ്ങി എൻ്റെ സിനിമയിൽ എനിക്ക് അങ്ങനെ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സക്സസ് ഉണ്ടായിട്ടുണ്ട്. ആ സക്സസ്സാണ് തുടർന്നും അത് തന്നെ, ആ സ്ട്രാറ്റജി തന്നെ തുടരാനുള്ള എൻ്റെ ധൈര്യം. എമംഗ് ദി ഈക്വൽസ് വർക്ക് ചെയ്യാനാണോ കൂടുതൽ താല്പര്യം, അതോ കുറേ കൂടി സീനിയർ ആയിട്ടുള്ള സംവിധായകരാണെങ്കിൽ? രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ചോദിക്കുന്നത് അതിലൊരു ഡിസ്കംഫർട്ട് ഉണ്ടോ അതോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനത്തെ കുറവാണ്. വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സീനിയർ ഡയറക്ടറിൻ്റെ എക്സ്പീരിയൻസും അതിൽ നിന്ന് വരുന്ന പ്രൊസിഷനും നമുക്ക് പറഞ്ഞു തരുന്ന ടെക്നിക്സും നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. അതേസമയം ഒരു ഫ്രഷറാണെങ്കിൽ ഈ ഫ്രഷറുടെ ചിന്തകളൊന്നും ഈ ഫോർമുലകളിലൊന്നും വീണിട്ടുണ്ടാവില്ല. അയാൾക്ക് ടെക്നിക്കുകളൊന്നും അറിയില്ല. കുറച്ചും കൂടെ ഇമോഷനും പാഷനും ഒക്കെ ആയിരിക്കും ആ സിനിമയ്ക്കുണ്ട്. ഇത് രണ്ടും നല്ലതാണ്. ഇതിൽ രണ്ടിലും നമുക്ക് കുറേ പഠിക്കാനുണ്ട്. മറ്റേ ടെക്നിക്സാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ട്രയൽ ആൻഡ് എററിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പഠിക്കും. അപ്പോൾ രണ്ടും ഈക്വലി ഗുഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഈ സമയത്ത് മെൻഷൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റത് രാജുവേട്ടൻ്റെ ഡയറക്ഷൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ 100 സിനിമകളിലധികം ചെയ്തിട്ടുള്ള ഒരു ആക്ടർ, പുള്ളി ഞങ്ങളുടെക്കാളും തൊട്ട് മുമ്പത്തെ ഒരു ജനറേഷനിലാണ് നിൽക്കുന്നത്. പ്രായം കൊണ്ട് ഞങ്ങളുടെ അടുത്താണ് നിൽക്കുന്നുണ്ടെങ്കിലും തൊട്ട് മുമ്പത്തെ ജനറേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളി വന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളി വന്നപ്പോൾ അങ്ങോട്ട് സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയും പുതിയ ആൾക്കാരോടെ ഒക്കെ വർക്ക് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസും പിന്നെ പുള്ളിയുടെ ഒരു ജനറൽ ഒരു കോൺഫിഡൻസ്, നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. പുള്ളിയുടെ അവിടെ ഒരു ഡൗട്ട് കാരണം കൊണ്ട് എന്നാൽ ഒരു ഷോട്ടും കൂടി എടുത്ത് വെച്ചേക്കാം ആവശ്യം വന്നാലും, അങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ ആ ഒരു പ്രിസിഷനും പുതിയ
ജനറേഷൻ്റെ ഒരാൾക്ക് ഒരു ഡയറക്ടർ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന തോട്ട്സിലെ ഫ്രഷ്നെസ്സും രണ്ടും ഒരേപോലെ ഞാൻ കണ്ടിട്ടുള്ളത് രാജുവേട്ടനിലാണ്. ഇപ്പോൾ ഈ എമ്പുരാൻ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പറയും കട്ട് ഷോട്ടൊക്കെ ബ്രേക്ക് ബ്രേക്കിന് മുമ്പത്തെ അവസാനത്തെ ഷോട്ട് ഒന്ന് പ്ലേ ബാക്ക് എങ്കിലും. അതിൽ ഫുൾ ലെങ്ത് റോളാണല്ലേ പുതിയ സിനിമ ലൂസിഫറിന് മറ്റേതുപോലെ തന്നെ. ഇപ്പം നമ്മൾ കുറേ സിനിമ 10-50 സിനിമ അഭിനയിച്ച് കഴിഞ്ഞാൽ ടെംപ്ലേറ്റുകൾ ഓരോന്നും ഇത് അഭിനയിച്ച് കാണും. ചിലപ്പോൾ ഒരു SI അല്ലെങ്കിൽ ഒരു വില്ലൻ, ഒരു ഗുണ്ട, ഒരു കോളേജ്. രണ്ടാമതൊരിക്കൽ കൂടെ ആ കഥാപാത്രം വേറൊരു സിനിമയുടെ വേറൊരു കഥയുടെ രൂപത്തിൽ വരുമ്പോൾ ആ ടെംപ്ലേറ്റ് ആവർത്തിക്കപ്പെടാതിരിക്കാൻ, സ്റ്റാൻഡർഡൈസ് ആയി പോകാതിരിക്കാൻ, സ്റ്റീരിയോ കാസ്റ്റ് ആയി പോകാതിരിക്കാൻ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കുക? എങ്ങനെ പറ്റാറത്? അതിന് വേണ്ടി ഒരു ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം വേണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം നമുക്ക് നമ്മളെ ആക്ച്വലി ഒരു ബിഹേവിയറൽ കൈൻഡ് ഓഫ് ആക്ടിങ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ എല്ലാ സിനിമയിലും ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനങ്ങനെ ഭയങ്കര ആക്ടിങ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ നമ്മളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കും. അതിൻ്റെ ഡയറക്ടറും റൈറ്ററും AR പോലത്തെ സിനിമകളാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു പടിയും കൂടെ മുന്നോട്ട് പോയി നമ്മൾ ഒരു ആക്ടിങ് ട്രെയിനറിൻ്റെ ഒരു കൺസൾട്ട് ചെയ്ത് അവരുടെ കൂടെ ഇരുന്നിട്ട് ഡിസ്കഷൻസിൽ കൂടെയാണ് ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പോണ്ടേനിറ്റി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ വെറുതെ ചെന്ന് പെർഫോം ചെയ്യുന്നതും ഹോംവർക്കൊക്കെ ചെയ്ത് പ്രിപ്പയർ ആയിട്ട് ചെന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളവിടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു റിപ്പീറ്റേറ്റീവ് ആവുന്നതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ട്. പിന്നെ ചൂസ് ചെയ്യുമ്പോൾ തന്നെ പലതരം ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഈ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് എങ്ങനത്തെ കഥാപാത്രം അവതരിപ്പിക്കാനാണ്? അപ്പോൾ ഒരു ടഫായിട്ടുള്ളൊരു പോലീസുകാരനെ അവതരിപ്പിക്കാനാണോ അതോ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പയ്യനെ അവതരിപ്പിക്കാൻ? എല്ലാം ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ ഫിസിക്കുള്ള കാരണം കൊണ്ട് ഇന്നസെൻസ് ചെയ്യാൻ ചെയ്ത ആൾക്കാർക്ക് പിന്നെ എന്തെങ്കിലും കാണിക്കണമെന്ന് തോന്നാൻ സാധിക്കും. പ്രസിദ്ധ പയ്യൻ്റെ അകത്ത് കുറച്ചൊക്കെ തുടക്കത്തിൽ. പക്ഷേ ആ സാധനമാണ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്. അതാണ് പിന്നീട് ഇപ്പോൾ ഈ അജയൻ രണ്ടാമല്ല അജയനുള്ളത് ആ ഒരു ഇന്നസെൻസ് ആണ്. അപ്പം ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പഠിക്കും. ഞാൻ വന്നിട്ട് ഇതുവരെയായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സംഭവിച്ചല്ലേ. ഇമ്പ്രൂവ്മെന്റ് ഒരുപാടല്ല, അത്രയല്ലേ വേണ്ടു. നമ്മൾ അതല്ലേ എന്നെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നു. പല നടന്മാരും 30-40 ഇയേഴ്സ് ഒരുപാട് കാലം കൊണ്ടാണ് ഇമ്പ്രൂവ്മെന്റ് ഇപ്പം നമ്മൾ കാണുന്നത്. ആദ്യത്തെ 20 വർഷം എന്താണ് അവർ ചെയ്തത്? 20 വർഷം പോലും ആയിട്ടില്ലല്ലോ. നമുക്ക് പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ആദ്യത്തെ 5 വർഷത്തിൽ തന്നെ 30 വർഷം 40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് അപ്പം നമ്മുടെ അങ്ങനെയാണോ നമ്മൾ ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെ. അല്ല, ഇതിനെല്ലാം എന്താ പറയുക, പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ എല്ലാം കൂടെ ഒറ്റ ദിവസം. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അതാണ് കറക്റ്റ്. സമയമെടുക്കും. ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്യൂരിയോസിറ്റി, അതുപോലത്തെ എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ക്യൂരിയോസിറ്റിയും ആ ഒരു എന്തൂസിയാസവും പോവാതിരിക്കുന്നിടത്തോളം ആണ് സിനിമയിൽ നിൽക്കേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ എന്തൂസിയാസവും അതിന് ഫയറും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കരുത്. അത് എനിക്കും ബുദ്ധിമുട്ടായിരിക്കും, സിനിമ കാണുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും, കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും.